ഹിന്ദു ഐഡിയോളജി ഇല്ലാത്ത ഒരു ഹിന്ദുത്വമില്ല. ഹിന്ദുത്വത്തിൽ നിന്നും ഹിന്ദുയിസം പിൻവലിച്ചു കഴിഞ്ഞാൽ സീറോ ആയിരിക്കും. എല്ലാവർക്കും നമസ്കാരം. ഹിന്ദോളത്തിൻ്റെ അടുത്ത പരിപാടിയായ പശുവും ബീഫും മൂന്നാം മുഴത്തിൽ എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്ന് നേരത്തെ ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ വിഷയം ഡിസ്കസ് ചെയ്യാൻ വേണ്ടി എത്തിയിരിക്കുന്നതാണ് ഷിബു ഇരിക്കൽ, രവീന്ദ്രൻ മാഷ്. ഞാൻ കൂടുതൽ ധരിപ്പിക്കാൻ നേരിട്ട് നമുക്കൊരു ചോദ്യോത്തര സെഷനിലേക്ക് തന്നെ കിടക്കാം. രവീന്ദ്രൻ മാഷ്, നമ്മൾ നേരത്തെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ പോലെ തന്നെ എന്താണ് ഇന്നും ഈ വിഷയം ചർച്ച ചെയ്യാനുള്ള പ്രസക്തിയായിട്ടുള്ളത്? ഈ വിഷയം ചർച്ച ചെയ്യാനുള്ള പ്രസക്തി എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രസക്തിയുള്ള ഒരു കാലമാണിത് എന്നുള്ളതാണ് അതിൻ്റെ സത്യം. കാരണം നമ്മുടെ രാജ്യം ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ എന്താണ്? ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ഒരു ചെറിയ രീതിയിലുള്ള ഫാസിസം നേരിട്ടുകൊണ്ടിരിക്കുകയാണെന്നാണ് എൻ്റെ അഭിപ്രായം. അത് ഹിന്ദുത്വ രാഷ്ട്രീയം ഹിന്ദു രാഷ്ട്രമാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു കാലത്ത് ഈ പശു തുടങ്ങിയിട്ടുള്ള മതബിംബങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് സമൂഹത്തിൽ അവരുടെ ആശയം, ഹിന്ദുത്വ ആശയം പ്രചരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അത് ഇന്നും പ്രസക്തിയുള്ളതാണ്, ഇന്ന് കൂടുതൽ പ്രസക്തിയുണ്ട്. കാരണം മുമ്പത്തെ പോലെയല്ല. മുമ്പ് 1915 തുടങ്ങിയിട്ടുള്ള ഹിന്ദു മഹാസഭയുടെ കാലത്ത് തുടങ്ങിയിട്ടുള്ള ആശയപ്രചരണമാണിത്. എങ്കിൽ പോലും ഇന്ന് അത് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ പ്രസക്തി. ഷിബു, ഇതിനോട് ആഡ് ചെയ്യാനെന്നുള്ള ഇതിൻ്റെ പ്രസക്തിയെ പറ്റിയിട്ട് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന കാര്യത്തിൻ്റെ ഇമ്പോർട്ടൻസ് ഒന്ന്. ഇപ്പോൾ ഇതിനോട് ആഡ് ചെയ്ത് പറയാതെ തന്നെ നമ്മൾ പറയേണ്ടി വരുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ കേരളത്തിൽ ഇതിനെന്താ പ്രസക്തി? ഇപ്പോൾ മാഷ് പറഞ്ഞതിൻ്റെ അതിനോട് ചേർന്ന് തന്നെ നമുക്ക് ചിന്തിക്കാവുന്ന ഒരു കാര്യം. എന്നോട് ചില ആളുകൾ ചോദിച്ചു, ഈ അടുത്ത ദിവസം ഈ 10-11 വർഷത്തിന് മുമ്പ് ഒരുപാട് ചർച്ച ചെയ്ത ഒരു വിഷയമല്ലേ, ഇപ്പോഴും ഇത് കേരളത്തിൽ ചർച്ച ചെയ്യേണ്ടതുണ്ടോ? ഉണ്ട്. ഒരു മാസം കൂടി ആയിട്ടില്ല, കൊച്ചിയിലൊരു സംഭവം ഉണ്ടായി. നമ്മുടെ കേരളത്തിൽ നടന്ന സംഭവമാണ്. അത് കാനറ ബാങ്കിൻ്റെ റീജിയണൽ ഓഫീസ്, കൊച്ചി റീജിയണൽ ഓഫീസിൽ ക്യാൻറ്റീനിൽ ബീഫ് വിളമ്പിയതിന് ബാങ്ക് മാനേജർ ഒബ്ജക്ഷൻ ഉണ്ടാക്കി. വലിയ പ്രശ്നമായിരുന്നു, ഇതിവിടെ നടക്കില്ല എന്ന് പറഞ്ഞു. പിന്നെ അതിനെതിരായിട്ട് ബീഫ് വിളമ്പുകയും അവരതിൻ്റെ പ്രതിഷേധം പരിപാടി നടത്തുകയൊക്കെ ചെയ്തു എന്നുള്ള വിഷയമുണ്ട്. ആ വിഷയം ഇപ്പോഴും ലൈവാണ് എന്നുള്ളതിൻ്റെ ഉള്ള ഒരു ദൃഷ്ടാന്തമാണത്. അടുത്ത ദിവസം നടന്ന സംഭവമാണ്. തന്നെയല്ല, ഈ വിഷയങ്ങളൊന്നും പെട്ടെന്ന് അങ്ങനെ അവസാനിക്കുന്നതല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ മതവും രാഷ്ട്രീയവും വിശ്വാസവും വൈകാരികതയും പാരമ്പര്യവും എല്ലാം കൂടി കെട്ടുപിണഞ്ഞു കിടക്കുന്ന ഏതൊരു വിഷയവും ഏത് സമയത്തും അത് എവിടുന്നും ട്രിഗർ ചെയ്ത് കഴിഞ്ഞാൽ അത് ഉയർന്ന് വലിയ കലാപം വരെയാകാം. അതുകൊണ്ട് തന്നെ നമ്മളിത് ചർച്ച ചെയ്യേണ്ടതാണ്. അതോടൊപ്പം തന്നെ നമ്മൾ എത്ര പേര് ഓർക്കുന്നുണ്ടെന്ന് അറിയില്ല, കഴിഞ്ഞ മാസം നവംബർ ഫസ്റ്റ് വീക്കിനാണ് ഗുജറാത്തിലൊരു കോടതി ഈ ബീഫിൻ്റെ, അതായത് ഗോവധം നടത്തി എന്ന് ആരോപിച്ചിട്ട് ഒരു കുടുംബത്തിലെ 3 പേരെ ജീവപര്യന്തം തടവ് ശിക്ഷയ്ക്കാണ് വിധിച്ചിട്ടുള്ളത്. അത് ഇപ്പോൾ ഒരു 1.5 മാസം, നവംബർ സെക്കൻഡ് വീക്കിൻ്റെ ഇടയിൽ ഉണ്ടായിട്ടുള്ള ഒരു കോടതി വിധി. അതായത് ഇത് ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ ഇത് ഒരു ആശയം മാത്രമായിരുന്നില്ല എത്ര കാലം. ഇപ്പോൾ കുറച്ച് കാലമായിട്ട് അതിന് നിയമപരമായ പിന്തുണ കൂടി നമ്മുടെ സമൂഹത്തിൽ നേടിയിട്ടുണ്ട്. പ്രൊട്ടക്ഷൻ ഉണ്ട് അതിന്, ഗോവധ നിരോധനത്തിന് വേണ്ടിയിട്ടുള്ള പ്രൊട്ടക്ഷൻ ഉണ്ട് ഇവിടെ ഉണ്ട്. ഇനി നമ്മൾ വിഷയത്തിൽ വരികയാണെങ്കിൽ മാഷ്, ഈ നമ്മൾ പശുവിനെ പറ്റി സംസാരിക്കുകയാണല്ലോ. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ പശു ഒരു പുണ്യജീവിയായി മാറുന്നത്? ഇതിന് നമ്മുടെ ഹിന്ദു മതത്തിൻ്റെ പുസ്തകങ്ങളിൽ, അതായത് വേദങ്ങളിൽ, പുരാണങ്ങളിലൊക്കെ എന്താണ് ഇതിനെ പറ്റിയുള്ള റെഫറൻസുകളുള്ളത്? ഹിന്ദുത്വം അല്ലെങ്കിൽ പശു അതിനെ ഒരു പുണ്യവർഗമായിട്ട് കരുതുന്നതോ അല്ലെങ്കിൽ അതിനെ ഭക്ഷിക്കാൻ പാടില്ല, മാംസമായി ഭക്ഷിക്കാൻ പാടില്ല എന്നുള്ള എന്തെങ്കിലും കാര്യങ്ങളോ നമ്മുടെ വേദങ്ങളിൽ, ഋഗ്വേദത്തിലില്ല. എന്നാൽ നേരെ മറിച്ച് ഋഗ്വേദത്തിൽ പറയുന്നത് പശുവിനെ എന്നാണ് പറയുന്നത്. മാംസം എന്നുള്ള അർത്ഥത്തിലല്ല, പശുവിനെ കൊന്ന് ഭക്ഷിക്കാമെന്ന് തന്നെയാണ്. അതിന് ധാരാളം സൂക്തങ്ങൾ അതിലുണ്ട്. ഇപ്പോൾ നമ്മൾക്കറിയാം, ഈ വേദകാലഘട്ടങ്ങളിൽ 1500 BC തൊട്ട് 1000 വരെയുള്ള കാലത്താണ്
ഋഗ്വേദ കാലഘട്ടം, വേദകാലഘട്ടം എന്ന് പറയുന്നത്. ആ കാലത്ത് ഉള്ള മനുഷ്യരുടെ ജീവിത രീതി നമ്മൾ കാണാൻ കഴിയുന്നത് ഋഗ്വേദം തുടങ്ങിയിട്ടുള്ള ഗ്രന്ഥങ്ങളിൽ നിന്നാണ്. അതിലൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ടത് യാഗങ്ങളും യജ്ഞങ്ങളും നടത്തുക എന്നുള്ളതാണ്. യാഗങ്ങളും യജ്ഞങ്ങളൊക്കെ നടത്തുന്ന സമയത്ത് അതിന് ഉപയോഗിക്കുന്ന മൃഗങ്ങളെ ഈ ഹോമകുണ്ഡത്തിൽ അർപ്പിച്ചതിന് ശേഷം അത് വേവിച്ച മാംസമായിരിക്കും ഉണ്ടാവുക. അത് ഭക്ഷിച്ചിരുന്നു ബ്രാഹ്മണന്മാർ. യജ്ഞ സംസ്കാരം നിലനിന്നിരുന്ന കാലമാണത്. അന്നത്തെ സാമൂഹിക വ്യവസ്ഥിതി എന്ന് പറഞ്ഞാൽ പാസ്റ്റോറൽ ലൈഫ് എന്ന് പറയും, ഇടയ സമൂഹം. അതുപോലെ കൃഷി ഉപജീവന മാർഗമായിട്ടുള്ള, അങ്ങനെ രണ്ട് രീതിയിലാണ് പാസ്റ്റോറൽ ലൈഫ്, അതായത് ഇടയ സമൂഹവും അതുപോലെ തന്നെ പിന്നെ കൃഷിയും. ഇത് നടന്നിരുന്ന ആ കാലഘട്ടത്തിൽ പശു തുടങ്ങിയിട്ടുള്ള മൃഗങ്ങൾ കൃഷിക്ക് വളരെ ഉപയുക്തമായ മൃഗങ്ങളാണ്. അതുകൊണ്ട് അതിനെ സമ്പത്തായിട്ടാണ് കരുതിയിരുന്നത്. മൃഗങ്ങളെ, അല്ലെ പശുവിനെ ഒരു പിന്നെ പ്രോപ്പർട്ടി ആയിട്ടാണ് കരുതിയിരുന്നത്. എത്ര പശുക്കളുണ്ട് ഒരാൾക്ക് എന്നുള്ളതാണ് അയാളുടെ പിന്നെ സമ്പന്നനാണോ അല്ലയോ എന്നുള്ളത് തീരുമാനിക്കുക. രാജാക്കന്മാരൊക്കെ പിന്നെ അവരുടെ പുത്രിമാരുടെ വിവാഹത്തിന് സമ്മാനമായി കൊടുത്തിരുന്നത് പശുക്കളെയാണ്. 1000 പശുക്കളുള്ള ആൾ വലിയ സമ്പന്നൻ, ആ രീതിയിലാണ്. ഇന്നിപ്പോൾ നമ്മൾ ബാങ്ക് ബാലൻസ് എന്നൊക്കെ പറയുന്ന പോലെ. അത് അല്ലാതെ അങ്ങനെ ഒരു സമ്പത്ത് എന്നുള്ള നിലയ്ക്ക് അതിനെ ആദരിച്ചിരുന്നു, അല്ലെങ്കിൽ പിന്നെ എന്താ പറയുക, സ്നേഹിച്ചിരുന്നു എന്നല്ലാതെ അതിനൊരു പുണ്യമൃഗമായിട്ടോ ഒന്നും കരുതിയിരുന്നില്ല. പിന്നീട് അത് എങ്ങനെ വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പിന്നെ ഉപനിഷത്തിൻ്റെ കാലം വരുമ്പോഴേക്ക് ലേറ്റർ വേദിക്ക് പീരീഡ് എന്ന് പറയുന്നത് ചരിത്രത്തിൽ അങ്ങനെ ഒരു കാലഘട്ടം നിർണ്ണയിക്കുന്നുണ്ട്. ആ കാലത്തേക്ക് പിന്നെ പശുവിനെ ഒരു അന്നദാതാവ് എന്നുള്ള നിലയ്ക്ക് കണ്ടിരുന്നു. അത് അപ്പോൾ ആ രീതിയിലുള്ള ശ്ലോകങ്ങളൊക്കെ അതിൽ കാണാൻ കഴിയും. പിന്നീട് ഈ ബുദ്ധ ജൈന കാലഘട്ടത്തിലാണ് പിന്നെ ഈ അഹിംസാ സിദ്ധാന്തം വരുന്നത്. ആ അഹിംസാ സിദ്ധാന്തം വന്നപ്പോൾ അതിനെ കൗണ്ടർ ചെയ്യുന്നതിന് വേണ്ടി, അതിനൊന്ന് എതിർക്കുന്നതിന് വേണ്ടി ബ്രാഹ്മണ മതം വൈദിക മതം എന്നാണ് പറയുന്നത്. ബ്രാഹ്മണ മതം കൊണ്ടുവന്നിട്ടുള്ള ഒരു ആശയമാണ് ഈ പിന്നെ മാംസമൊന്നും കഴിക്കരുത് മനുഷ്യൻ പിന്നെ സസ്യാഹാരങ്ങളാണ് കഴിക്കേണ്ടത്, മാംസം ഭക്ഷിക്കുന്നതെന്ന് മ്ലേച്ഛമാണ് എന്നുള്ള രീതിയിലൊരു പ്രചരണം അന്നത്തെ സമൂഹത്തിൽ ഇവർ ഉയർത്തിക്കൊണ്ടുവന്നു, ബ്രാഹ്മണ സമൂഹം. അത് ബുദ്ധ മതത്തിനെ എതിർക്കുന്നതിന് വേണ്ടിയിട്ടാണ്. കാരണം ഹിന്ദുമതത്തിലെ പരിഷ്കരണം കൊണ്ട് വന്നിട്ട് അതിനെ എതിർത്തുകൊണ്ട് ആശയപരമായിട്ടും മറ്റും എതിർത്ത് വളരെ സാധാരണ ജനങ്ങളുടെ ഒരു മതമായിക്കൊണ്ടിരുന്ന ഒരു മതമായിരുന്നല്ലോ ബുദ്ധമതം. അപ്പോൾ അത് അവർ മുന്നോട്ട് വെച്ച അഹിംസ വെച്ചാൽ മൃഗങ്ങളൊക്കെ മാംസഭക്ഷണം നിഷേധിച്ചിട്ടുള്ള ഒരു ആശയമാണ് അവർ മുന്നോട്ട് വെച്ചത്. അതിന് കാരണം എന്താണ്? അത് ഈ ആത്മീയമായ കാര്യമൊന്നുമല്ല. പിന്നെ അന്നത്തെ പിന്നെ ജീവിത രീതി എന്ന് പറഞ്ഞാൽ കൃഷിയിൽ അടിസ്ഥാനപ്പെടുത്തിയാണ്. അപ്പോൾ കൃഷിക്ക് ഏറ്റവും ഉപയുക്തമായിട്ട് മൃഗങ്ങളാണ്. കാളാപ്പോത്ത്, പശു തുടങ്ങിയൊക്കെ. പശുവിൻ്റെ പിന്നെ പാലുൽപ്പന്നങ്ങൾ, അതുപോലെ അതിൻ്റെ ചാണകമൂത്രം, ഇതൊക്കെ കൃഷിക്ക് ആവശ്യമുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് പശുവിനെയൊക്കെ എങ്ങനെ ഈ യാഗത്തിൽ അർപ്പിച്ചുകൊണ്ട് ഹോമം ചെയ്തുകൊണ്ട് പശുവിനെയും അതുപോലെ മൃഗങ്ങളെയൊക്കെ നശിപ്പിച്ചു കഴിഞ്ഞാൽ കൃഷി അത് ബാധിക്കുന്നുള്ളത് കൊണ്ടാണ് ഒരു അഹിംസ എന്ന് പറയുന്ന ആശയം കൊണ്ടുവന്നത്. അതിനെ എതിർക്കുന്നതിന് വേണ്ടി ബ്രാഹ്മണന്മാർ എന്ത് ചെയ്തു വെച്ചാൽ, എന്നാൽ പശുവിനെ ഒരു പിന്നെ ആരാധ്യവസ്തു, ഒരു പുണ്യമൃഗമാക്കി മാറ്റുക എന്നുള്ള രീതിയിലേക്ക് കൊണ്ടുവന്നു. അങ്ങനെയാണ് പിന്നെ ഈ ജൈനബുദ്ധമത കാലത്ത് ഈ പിന്നെ ഗോവധത്തിനെതിരായിട്ടുള്ള ആശയം വന്നതും അതുപോലെ അതിനൊരു ദിവ്യമൃഗമാക്കി മാറ്റിയതുള്ളൂ. പിന്നീട് അത് കുറച്ചുകൂടി ഇങ്ങോട്ട് വന്നപ്പോൾ, നമ്മളെ സ്വാതന്ത്ര്യ സമര കാലത്തേക്ക് വന്നപ്പോൾ ഹിന്ദു മഹാസഭ 1915 ഹിന്ദു മഹാസഭ രൂപീകരിച്ചു. മദൻ മോഹൻ മാളവ്യ, പണ്ഡിറ്റ് മദൻ മോഹൻ മാളവ്യാണ് അതിന്. അത് അടുത്ത സെഷനിലേക്ക് വരാം. അതെ, ബാക്കി പറയും. ഞാൻ പിന്നെ ഇതിനോട് കൂട്ടിച്ചേർക്കാനുള്ളത്, നമ്മുടെ പിന്നെ ബ്രാഹ്മണന്മാരെയും പശുക്കളെയും ഒരു കാറ്റഗറിയിൽ കണ്ടിട്ടുള്ള പല ശ്ലോകങ്ങളും ടെക്സ്റ്റുകളും ഉണ്ട്. പക്ഷെ എന്നാൽ കൂടി പശു ഒരു മൃഗമാണ്. അപ്പോൾ ഈ പശുവിന് ചാണകവും മൂത്രവും ഒക്കെ പുണ്യമായി മാറുന്നത് എന്തുകൊണ്ടാണ്? എന്താ ഒരു ഐഡന്റിറ്റി ആക്കി മാറ്റുന്ന അവസ്ഥ? ഇത് ഈ ഐഡിയോളജിക്കലായിട്ട് ബേസ് ഇല്ലാത്ത ഏതൊരു മതമോ അല്ലെങ്കിൽ ഒരു പ്രചരണ മാർഗം ആരും ആയിക്കോട്ടെ, ഒരു കൂട്ടം, ഒരു ഗോത്രം, അവർക്കൊരു പ്രത്യേക ഐഡിയോളജി കാര്യമായിട്ട് പറയാനില്ല. അതായത് ഇപ്പോൾ സെമിറ്റിക് മതങ്ങൾക്കാണെങ്കിൽ അവരുടെ ജീവിതചര്യകൾ, അവരുടെ ഭക്ഷണ രീതി, അവരുടെ വിവാഹം, അവരുടെ വസ്ത്രം, അതിനൊക്കെ അവരുടെ മതങ്ങളുടെ സ്ക്രിപ്റ്റേഴ്സുമായിട്ട് ബന്ധമുണ്ട്. സ്ക്രിപ്റ്റേഴ്സിൽ പറയുന്ന കൃത്യമായ ടെനറ്റ്സും അവരുടെ ഡോക്ട്രിൻസും ഉണ്ട്. പക്ഷേ ഇവിടെ ഐഡിയോളജി ഇല്ലാതെ വരുമ്പോൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഒരു ഐഡൻറ്റിറ്റി ഉണ്ടാക്കുക, ഒരു സ്വത്വം. നമ്മളൊരു പ്രത്യേക വിഭാഗക്കാരാണ്, ഇത് നമ്മുടെ സംസ്കാരമാണ്, ഈ സംസ്കാരമുള്ള ആളുകൾ ഇങ്ങനെയാണ് പെരുമാറേണ്ടത് എന്ന ഒരു നറേറ്റീവ് ഉണ്ടാക്കുക.
അപ്പോൾ ഐഡിയോളജി ഇല്ലായ്മയാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ഹിന്ദുത്വവാദികളുടെ ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുമ്പോൾ ഇവർക്ക് റിലീജിയസ് ആയിട്ടൊരു ഐഡിയോളജി ഇല്ല. അപ്പോൾ ഞങ്ങളുടെ ഭക്ഷണം ഇതാണ്, ഞങ്ങളുടെ വസ്ത്രം ഇതാണ്, ഞങ്ങളുടെ ഭാഷ ഇതാണ് എന്നുള്ള രീതിയിൽ ഇത് നമുക്കൊരു പാരമ്പര്യമുണ്ട്, ഇത് നമ്മുടെ സംസ്കാരമാണ്, ദേശീയത, പാരമ്പര്യം, ഇത് ഇങ്ങനെയുള്ള ചില ടെർമിനോളജികളുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് ഈ ഒരു പ്രത്യേക വിഭാഗമാണ് എന്ന ഒരു ധാരണ ഉണ്ടാക്കുന്നത് മാത്രമേ ഉള്ളൂ. അതിനുവേണ്ടി പശുവിനെ മാഷ് പറഞ്ഞതുപോലെ ആ ഒരു ബിംബവൽക്കരണം നടത്തിയിട്ട് ഇതിനൊരു ഹോളിനെസ് കൽപ്പിക്കുകയാണ്. അപ്പോൾ ഹോളി ആയിട്ടുള്ളത് എന്ത് തന്നെയാണെങ്കിലും അത് പുണ്യമായിട്ടും അത് വളരെ പവിത്രമായിട്ടും കാണും. ഇപ്പോൾ പ്രവാചകൻ്റെ തിരുശേഷിപ്പ് എന്നൊക്കെ പറയുന്നത് അത് അവരുടെ വേസ്റ്റായിട്ടുള്ള കാര്യം പോലും അത് ഒരു പുണ്യമായിട്ടുള്ള എന്തോ വസ്തുവാണെന്നൊക്കെ വിചാരിക്കുന്നത് പോലെ തന്നെ ഈ പുണ്യമായപ്പോൾ അമ്മയായിട്ട് കാണുകയാണ് പശുവിനെ. അപ്പോൾ ഒരമ്മ കിടക്കുകയാണ്, അവരുടെ വിസർജ്യങ്ങൾ പോലും മക്കൾക്ക് വളരെ ഒരിക്കലും ഒരു വെറുപ്പ് തോന്നിക്കില്ല. അപ്പോൾ അമ്മയായിട്ട് കാണുന്ന, ദൈവികമായിട്ട് കാണുന്ന ഒരു പശുവിൻ്റെ ചാണകവും മൂത്രവുമൊക്കെ ആ ഹോളിനെസ്സുമായിട്ട് ബന്ധപ്പെട്ട ഉള്ള ഒരു രീതിയിലാണ് അതിനെ കാണുന്നത്. അത് സ്വാഭാവികമായിട്ടും അതിനൊരു പുണ്യത്വം കൽപ്പിക്കുന്നു. ദാറ്റ്സ് ഓൾ. ഓക്കെ. അപ്പോൾ നേരത്തെ പിന്നെ പുണ്യത്വം കൽപ്പിക്കുന്നു പറഞ്ഞു, ഇത് ഒരു പാർട്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഹിന്ദുത്വ വശങ്ങളിലേക്ക് വന്നാൽ നമ്മൾ ഈ പശു രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ നേരത്തെ മാഷ് സ്റ്റാർട്ട് ചെയ്തു, ഞാൻ സോറി ഇൻറ്ററപ്റ്റ് ചെയ്തതിന്. നമ്മൾ സ്വാതന്ത്ര്യ കാലഘട്ടം മുതൽ ഈ പശു നമ്മുടെ രാഷ്ട്രീയത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അവിടുന്ന് ഇപ്പോൾ ഉള്ള അവസ്ഥയിലേക്ക് എത്തുമ്പോൾ എങ്ങനെയാണ് ഈ പശു രാഷ്ട്രീയത്തേക്ക്, അത് പൊളിറ്റിക്സിൽ ഇത് വരുന്ന നമ്മൾ പറഞ്ഞത് അതിൻ്റെ ഹിന്ദു മതവുമായി ബന്ധപ്പെട്ട ഐഡൻറ്റി, അത് ചിലപ്പം ആരും അറിഞ്ഞോ അറിയാതെയോ ഉണ്ടാക്കിയതോ ഒരു കൂട്ടം ആളുകൾ, ഹിന്ദുക്കൾ തന്നെ ഒരു ഗോത്രമായിട്ട് ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ കോമൺ ആയിട്ടൊരു ഐഡിയോളജിയിലായിരുന്നു. അപ്പോൾ ഒരു പശുവിനെ ഒരു യോജിപ്പിക്കാൻ ഉപയോഗിച്ചു. പക്ഷേ ഈ നമ്മുടെ പൊളിറ്റിക്സിലേക്ക് എങ്ങനെയാണ് കടന്നു വന്നത്? സ്വാതന്ത്ര്യ മതത്തിൽ തന്നെ യൂസ് ചെയ്തെന്നുള്ള ടെക്സ്റ്റുകളുണ്ട്. ഈ ആധുനിക ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യം തന്നെ ഉണ്ടായിരുന്നില്ല എന്നുള്ള വേറെ വിഷയം. പക്ഷേ എങ്കിൽ തന്നെ ആ കോൺസെപ്റ്റൊക്കെ വരുന്നതിന് വളരെ മുമ്പ് തന്നെ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ആശയം ഉണ്ടായത് ഈ മെഡീവൽ ഏജസ് എന്ന് പറയുന്നത് മാഷ് സൂചിപ്പിച്ച ആ ഒരു കാര്യത്തെക്കുറിച്ച് തന്നെ. അതായത് AD 500 മുതൽ 1500 വരെയുള്ള കാര്യം, മിഡിൽ ഏജസ് എന്ന് പറയുന്ന ഈ മാഷ് പറഞ്ഞ ആര്യന്മാർ ഇവരുടെ വേദകാലത്തിന് ശേഷം അന്നാണ് ഇതുണ്ടായത്. അതായത് ബ്രാഹ്മണിക്കൽ ആധിപത്യം ഏറ്റവും കൂടുതലുണ്ടായ ഒരു കാലമാണ് AD 500 മുതൽ 1500 വരെ. ആ കാലത്താണ് ബ്രാഹ്മണിക്കലായിട്ടുള്ള ഐഡിയോളജി എന്ന് പറയുമ്പോൾ ഇങ്ങനെയുള്ള താത്വികമായ അടിത്തറയില്ല, ഈ പറയുന്ന കുറേ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ കൂടെയുള്ള ഒരു പ്രത്യേക മതത്തിൻ്റെ രൂപം അതിന് കൽപ്പിക്കുകയാണ് ചെയ്തത്. അവിടെ വെച്ച് അതിനൊരു പൊളിറ്റിക്കൽ കളറൊന്നും ഉണ്ടാകുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ഈ 1500കളുടെയൊക്കെ അവസാനം ആകുമ്പോഴേക്ക് ഈ മുഗൾ അധിനിവേശമൊക്കെ വന്ന സമയത്ത് അവിടെയും അതാണ് രസം. നിയമങ്ങളൊന്നും ഇല്ലാതിരുന്ന കാലത്ത് പോലും, ഇതുപോലെയുള്ള ഭരണ സംവിധാനം ഇല്ലാതിരുന്ന മുഗൾ രാജാക്കന്മാരുടെ കാലത്ത് പോലും ഇത് ഈ പറയുന്ന പശുവിനെ കൊല്ലുന്നതിന് ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. കാരണം വിശ്വാസ സമൂഹത്തോട് യോജിച്ചു പോകുന്നവരായിരുന്നു അവർ പോലും. മുഗൾ സാമ്രാജ്യം, മുഗൾ ഭരണകർത്താക്കളൊക്കെ ഈ ഹിന്ദുക്കൾക്കെതിരായിരുന്നു, ക്ഷേത്രങ്ങൾ നശിപ്പിച്ചവരായിരുന്നു എന്ന് പറയുമ്പോഴും നമ്മൾ തൊട്ടു മുമ്പുള്ള പ്രഭാഷണത്തിൽ പറഞ്ഞതുപോലെ രണ്ട് വശങ്ങളുണ്ട്. അവരിതിനെ അംഗീകരിക്കുക കൂടി ചെയ്തിരുന്നു. അതിനുശേഷം ഇതിന് ശരിക്കും ഒരു പൊളിറ്റിക്കൽ കളറിലേക്ക് വരുന്നത് നമ്മൾ പറയുന്നത് ഏതാണ്ട് 1857 സിപ്പോയ് മ്യൂട്ടിനിയിൽ എന്ന് പറയുന്നത് ഇത് ഭയങ്കരമായിട്ട് പ്രതിഫലിച്ച ഏറ്റവും വലിയ കലാപത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം നമ്മളൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. അതായത് എൻഫീൽഡ് റൈഫിൾ അന്ന് ഉപയോഗിച്ചിരുമ്പോൾ അതിൻ്റെ കാട്രിഡ്ജിൻ്റെ പുറത്തുള്ള ഒരു തരം പേപ്പർ കൊണ്ടുള്ള ആഭരണത്തിൽ മൃഗക്കൊഴുപ്പുണ്ടായിരുന്നു. ആ മൃഗക്കൊഴുപ്പെന്ന് പറയുന്നത് പന്നിയുടെയും പശുവിൻ്റെയും മാംസത്തിൽ നിന്നുള്ളതാണ് എന്ന പ്രചരണം. അന്നത്തെ കാലത്ത് ഈ കാട്രിഡ്ജ് കടിച്ചിട്ട് വേണം ഈ റൈഫിളിലേക്ക് ഇൻസർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ അന്നത്തെ ഈ സിപ്പോയിമാർ ഇത് വായി വിളിച്ച് ഇത് കടിച്ചിട്ട് ഇതിങ്ങനെ ചെയ്യുമ്പോൾ ഹിന്ദുക്കൾക്ക് പശുവിൻ്റെ കൊഴുപ്പാവുമ്പോൾ അവരുടെ മതവികാരം വ്രണപ്പെടുന്നു, മുസ്ലിങ്ങൾക്ക് പന്നി മാംസവും. ഒരേ സമയം രണ്ടുപേരെയും പ്രൊവോക്ക് ചെയ്യുന്ന കാര്യമാണ്. ബ്രിട്ടീഷുകാർ അത് കോംപ്രമൈസ് ചെയ്ത് അതിന് പരിഹാരം ഉണ്ടാക്കി എന്നുള്ള, വേറെ കാർട്രിഡ്ജ് വരുത്തി എന്നൊക്കെയുള്ള വേറെ വിഷയം. പക്ഷേ അത് വലിയൊരു കലാപത്തിന് കാരണമായി. രണ്ടായിട്ടൊരു വിഭജനവും നടക്കുന്നതിൻ്റെ ഒരു പ്രധാന കാരണമായിരുന്നു. അവിടെ മുതൽ തന്നെ ഹിന്ദുക്കളുടെയും മുസ്ലിങ്ങളുടെയും മതപരമായിട്ടുള്ള ഈ പറഞ്ഞ മാംസവുമായിട്ടുള്ള വൈകാരികമായ ഒരു വേർതിരിവും കലാപം തുടങ്ങിയത് അവിടെയാണ്. അതിനുശേഷം 1870 ആര്യ സമാജം വന്നപ്പോഴാണ് ഇതിനൊരു പൊളിറ്റിക്കൽ കളർ ഉണ്ടായത്. തുടർന്നിങ്ങോട്ട് നമ്മുടെ കോൺഗ്രസും BJPയും ഒക്കെ വന്ന് ഇപ്പോൾ അവസാനം എത്തി നിൽക്കുന്നു. അപ്പോൾ പൊളിറ്റിക്സ് ആ രീതിയിലുള്ള ഒരു പൊളിറ്റിക്സ് ആകുന്നതിന് മുമ്പ് തന്നെ സംഭവം ഈ പ്രശ്നങ്ങളും കലാപങ്ങളും അതിനോടുള്ള യോജിപ്പും വിയോജിപ്പും ഒക്കെ ഇവിടെ നിലനിന്നിരുന്നു. സോറി, നേരത്തെ മാഷ് പറഞ്ഞതിൽ തുടങ്ങാണ്. ആര്യസമാജത്തിൽ നിന്നാണ് ഈ ഒരു കൂട്ടമായിട്ട് നിൽക്കുന്ന ആളുകൾ, ഹിന്ദുക്കൾക്ക് കൂട്ടമായി നിൽക്കാനും
അത് ഒരു ഐഡൻറ്റിറ്റി ആയിട്ട് പശുവിനെ ഉപയോഗിക്കാം എന്നുള്ളത് നമ്മൾ 87 റിവോൾട്ടിൽ നിന്ന് തിരിച്ചറിയുകയും ആര്യസമാജം അത് സ്റ്റാർട്ട് ചെയ്യുന്നു. പക്ഷെ അവിടെ നിന്നാണ് നമ്മൾ ഹിന്ദുത്വ, നമ്മളിന്നിപ്പോൾ കോറായിട്ടുള്ള വിഷയം ഹിന്ദുത്വ ചർച്ച ചെയ്യുമ്പോൾ ഹിന്ദുത്വയിലേക്ക് ഈ പശു രാഷ്ട്രീയം കടന്നു വരുന്നത് എങ്ങനെയാണ്? എന്താണ് അതിൻ്റെ ഒരു ചട്ടക്കൂട്? അതെ, കാര്യമായൊരു ചോദ്യമാണ്. അതായത് ഇപ്പം അത് പറയുകയാണെങ്കിൽ കുറച്ച് നമ്മൾ പിന്നോട്ട് പോകേണ്ടി വരും. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നാണ് ഇതിന് പറയുന്നത്. ആ സമരത്തിന് ശേഷം, ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം, ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ നമുക്കറിയാം പിന്നെ ബ്രിട്ടീഷുകാരുടെ തന്ത്രമായിരുന്നു ഡിവൈഡ് ആൻഡ് റൂൾ, ഭിന്നിപ്പിച്ച് ഭരിക്കുക. മുസ്ലിങ്ങളെയും ഹിന്ദുക്കളെയും, പ്രബലമായ പ്രബലം മുസ്ലിങ്ങൾ അത്ര പ്രബലമൊന്നുമല്ല, എന്നിരുന്നാലും അവരാണ് പ്രധാനമായിട്ട് 2 സമുദായങ്ങൾ ഇന്ത്യയിലുണ്ടായിരുന്നത്. അവരെ തമ്മിൽ ഭിന്നിപ്പിച്ച് നിർത്തിയാലേ ബ്രിട്ടീഷുകാർക്ക് സുഖമായി ഭരിക്കാൻ കഴിയുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നേരത്തെ ഷിബു പറഞ്ഞതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ 1857 സമരം നടന്നു കഴിഞ്ഞ് അതിൻ്റെ ഒരു പ്രതിഫലനം എന്നുള്ള നിലയ്ക്ക് മുസ്ലിം സമുദായത്തിൽ പിറകോട്ടടി ഉണ്ടായി എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പിറകോട്ടടിയും പരാജയവും ഉണ്ടായ രാഷ്ട്രീയമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടൊക്കെ അവർക്ക് അവരുടെ നിലനിൽപ്പ് ദുർബലമായ സമയത്ത് ആ മതത്തിലെ മത നേതാക്കന്മാർ തീരുമാനിക്കുകയാണ്, ഇങ്ങനെ പോയാൽ പോരാ, നമ്മുടെ സമുദായം ഒന്ന് മുന്നോട്ട് വരണം. അതിന് എന്താണ് ചെയ്യുക? അപ്പോഴാണ് സർ സയ്യിദ് അഹമ്മദ് ഖാൻ, കേട്ടിട്ടുണ്ടാവും, അലിഗഡ് മുസ്ലിം സർവകലാശാല സ്ഥാപിച്ച ആളാണ്. അങ്ങനെ വിദ്യാഭ്യാസപരമായിട്ട് മുസ്ലിങ്ങൾക്ക് ഒരു പുരോഗതി കൈവരിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടായി. അതോടൊപ്പം തന്നെ രാഷ്ട്രീയമായിട്ട് പിന്നെ സംഘടിക്കുവാനുള്ള, അങ്ങനെയാണ് അഖിലേന്ത്യാ മുസ്ലിം ലീഗ്, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗല്ല, അഖിലേന്ത്യാ മുസ്ലിം ലീഗ് സ്ഥാപിക്കുന്നത്. അഖിലേന്ത്യാ മുസ്ലിം ലീഗ് സ്ഥാപിച്ചു, അതിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളൊക്കെ നടത്തി. പിന്നെ അത് കുറേ മുസ്ലിം സമുദായത്തിന് കുറേ ഊർജ്ജം ലഭിച്ചപ്പോൾ ഇവിടെ ഹിന്ദുക്കളുടെ അന്ന് ഹിന്ദുക്കൾ സംഘടിച്ചിട്ടൊന്നുമില്ല, ഹിന്ദുക്കളിലുള്ള ആ വിഭാഗത്തിലെ സവർണ ഉയർന്ന ഉന്നത ജാതിക്കാരും അതുപോലെ സമ്പന്നരും ഭൂവുടമകളും ഒക്കെ ആയിട്ടുള്ള ആളുകളുണ്ടല്ലോ. പിന്നെ അവർ വിചാരിക്കുന്നത് നമ്മൾക്കുണ്ടായിരുന്ന പദവിയും പ്രാമാണികത്വവും ഇന്ത്യൻ സമൂഹത്തിലുണ്ടായിരുന്ന അതൊക്കെ നഷ്ടപ്പെടുന്നു, അതിന് സ്ഥാനത്തേക്ക് മുസ്ലിങ്ങൾ കടന്നു വരുന്നു എന്നുള്ളൊരു തോന്നലുണ്ടായി. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഇങ്ങനെ ഹിന്ദുക്കൾ ഇങ്ങനെ ജാതീയമായിട്ടൊക്കെ വിഘടിച്ച് നിന്നാൽ പോരാ, നമുക്ക് ഒന്നിച്ച് നിൽക്കണം എന്നുള്ളതിൻ്റെ പേരിലാണ് ഈ പറഞ്ഞ മദൻ മോഹൻ മാളവ്യ ഒക്കെ ഹിന്ദു മഹാസഭ രൂപീകരിക്കുന്നത് 1915. 1906 അഖിലേന്ത്യാ യൂണിയൻ അഖിലേന്ത്യാ മുസ്ലിം ലീഗ് രൂപീകരിക്കുന്നത്. അതിനുശേഷം 1915 ഈ ഹിന്ദു മഹാസഭ രൂപീകരിക്കുകയും പിന്നെ ഇവിടെ വെള്ളാപ്പള്ളി നടേശനൊക്കെ പറയുന്ന പോലെ നമ്പൂതിരി തൊട്ട് നായാടി വരെയുള്ള ആളുകളെ ഒന്നിച്ച് ഒരു ഹിന്ദു പിന്നെ സമൂഹം ഒരു സംഘടനയാക്കി മാറ്റുക, മതം എന്നുള്ള നിലയ്ക്ക് വരുന്നത്. അത് അപ്പോൾ അവർ മുന്നോട്ട് വെച്ചുള്ള ഒരുപാട് പിന്നെ ആവശ്യങ്ങളുണ്ട്. അതിലൊന്നായിരുന്നു മതപരിവർത്തനം തടയുക എന്നുള്ളത്. മതപരിവർത്തനം തടയുക, പിന്നെ അതുപോലെ മുസ്ലിങ്ങളുടെയും ക്രിസ്ത്യാനികളുടെയും മതപരിവർത്തനം, അതിലേക്കുള്ള മതപരിവർത്തനം തടയുക എന്നുള്ള ഒരു മുദ്രാവാക്യം. അതുപോലെ പിന്നെ ഹിന്ദുക്കളുടെ പിന്നെ സംരക്ഷണം, ഹിന്ദുക്കളെ പുരോഗതി അത് കൈവരുത്തുക. പിന്നെ അതുപോലെ പശുവിനെ ഉപദ്രവിക്കാൻ പാടില്ല, പശുവിനെ സംരക്ഷിക്കണം, പശുവിനെ ഗോവധം നടത്തുന്നതിന് വലിയ ശിക്ഷ കൊടുക്കണം, ഗോവധം നിരോധിക്കണം. ഇത്തരം ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് അവർ ഇന്ത്യൻ രാഷ്ട്രീയ സംഘടന, അന്നത്തെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യ സമരത്തിൽ കോൺഗ്രസ്സാണ് പ്രധാനമായിട്ടുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. 1917 ഗാന്ധി ആദ്യത്തായി സമരം തുടങ്ങുന്നത് നമുക്കറിയാം. അപ്പോൾ അങ്ങനെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പിന്നെ ഒരു മതേതര ജനാധിപത്യ പാർട്ടി നിലയ്ക്ക് അഖിലേന്ത്യാ മുസ്ലിം ലീഗ് ഒരു മുസ്ലിം രാഷ്ട്രീയ പാർട്ടി, ഇപ്പുറത്ത് ഹിന്ദു മഹാസഭ അത് രാഷ്ട്രീയ കൂടി കലർന്നിട്ടുള്ള ഒരു മതസംഘടന. ആ നിലയ്ക്ക് പോകുമ്പോൾ അവരാണ് ഈ പിന്നെ പശുവിനെ ഒരു പുണ്യമൃഗമാക്കി, ഒരു മത സിമ്പലാക്കി, ഹിന്ദു മതത്തിൻ്റെ ഒരു സിമ്പലാക്കി മാറ്റിയത്. അപ്പോൾ അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ അവർ കണ്ടത് ഹിന്ദു മതത്തിനെ സിമ്പലാക്കുമ്പോൾ മുസ്ലിങ്ങൾ ഈ പശുവിനെയൊന്നും അങ്ങനെ ഒരു സാധാരണ മൃഗമായിട്ടാണ് കാണുന്നത്, കൊന്നു തിന്നൊക്കെ ചെയ്യുക. അപ്പോൾ അവരിത് കൊന്നു തിന്നുന്ന സമയത്ത്, അതിനെന്തെങ്കിലും ഉപദ്രവിക്കുന്ന സമയത്ത് ഇവർ മതവികാരം മരണപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് മുദ്രാവാക്യമായിട്ട് മുന്നിട്ട് വരും. മതവികാരം മരണപ്പെട്ട് ഞങ്ങളുടെ മതത്തെ അവതരിച്ചത് ദൈവത്തിൻ്റെ തുല്യമാണല്ലോ പശു, അതുകൊണ്ടാണ് അതിനൊരു പുണ്യമൃഗമാക്കിയിട്ട് അവതരിപ്പിച്ചത് എന്നാണ് ചരിത്രം പറയുന്നത്. ശിബു, ഇപ്പം നമ്മൾ ഹിന്ദുത്വ വിഷയത്തിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ പൊതുവേ ഉണ്ടാകുന്ന ഒരു നെഗറ്റീവാണ്
ഹിന്ദുയിസവും ഹിന്ദുത്വവും സെപ്പറേറ്റ് ആണെന്നുള്ളത്. പക്ഷേ ഹിന്ദുത്വം എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നത് പിന്നെ ഹിന്ദു മതത്തിലെ കാര്യങ്ങൾ തന്നെ. ഇപ്പോൾ പശു ആണെങ്കിലും ഇപ്പം ഹിന്ദുത്വം യൂസ് ചെയ്യുന്നത് പൊളിറ്റിക്സ്, BJP, RSS, സംഘപരിവാർ ഉപയോഗിക്കുന്ന ഏറ്റവും വലിയ ഒന്നാമത്തെ കാര്യം രാമനാണെങ്കിൽ ഇന്ത്യയിൽ മൊത്തം നോക്കുകയാണെങ്കിൽ രണ്ടാമത്തെ കാര്യം പശുവിൻ്റെ തന്നെയാണ്. കാരണം അത്രയും വൈഡായിട്ട് ഇപ്പം നമ്മൾ കേരളത്തിൽ അത്ര ഇമ്പോർട്ടൻസ് ഇല്ലാന്നുണ്ടെങ്കിലും കേരളത്തിന് പുറത്ത് കടന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അവർ അന്യമതത്തിനെ വെറുക്കാനും പിന്നെ ഈ ദളിത് കമ്മ്യൂണിറ്റീനെ അകറ്റി നിർത്താനൊക്കെ ഉപയോഗിക്കുന്നത് മുസ്ലിങ്ങളെ പോലെ തന്നെ പശുവിൻ്റെ തോല് എടുത്തു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കേസുകളൊക്കെ വരുന്നത്. പക്ഷേ ഈ ഹിന്ദുത്വയിൽ നിന്ന് നമ്മുടെ ഈ ഹിന്ദു ഐഡൻറ്റിറ്റികൾ, അതായത് പശു, രാമൻ, ഇതൊക്കെ മാറ്റി നിർത്തിയാൽ വേറെ എന്തെങ്കിലും ഉണ്ടാവും അതിൽ? ഈ എപ്പോഴും കേൾക്കുന്ന ഒരു നറേറ്റീവാണ് ഇവിടുത്തെ നമ്മുടെ മെയിൻ സ്ട്രീം പൊളിറ്റിക്കൽ പാർട്ടീസ് എല്ലാം പറയുന്നത്, ഞങ്ങൾ ഹിന്ദുത്വ രാഷ്ട്രീയത്തെയാണ് എതിർക്കുന്നത്, ഞങ്ങൾ ഹിന്ദുയിസത്തിനെതിരല്ല. ഇത് തമാശയായിട്ട് പറഞ്ഞാൽ ഞങ്ങൾ എന്താ പറയുന്നത്, ഞങ്ങൾ ആൾക്കഹോളിനെയാണ് എതിർക്കുന്നത്, ആൾക്കഹോളിസത്തെ അല്ല എന്നൊക്കെ പറയുന്ന പോലെ ഇരിക്കും. ഇതെന്താണ്? അതായത് ആൾക്കഹോളിസം എന്ന് പറയുന്നത് ആൾക്കഹോൾ കൺസ്യൂം ചെയ്യുന്നതാണ്. ഹിന്ദുത്വം എന്ന് പറയുന്നത് ഹിന്ദു ഐഡിയോളജി, ഇപ്പം മാഷൊക്കെ ഇപ്പോൾ പറഞ്ഞ് വിശദീകരിച്ച ആ സിംബോളിക്കായിട്ടുള്ള പശുവിൻ്റെ കാര്യങ്ങളാണെങ്കിലും ശബരിമല വിഷയമാവട്ടെ, ഹിന്ദു ഐഡിയോളജി ഇല്ലാത്ത ഒരു ഹിന്ദുത്വമില്ല. ഹിന്ദുത്വത്തിൽ നിന്നും ഹിന്ദുയിസം പിൻവലിച്ചു കഴിഞ്ഞാൽ സീറോ ആയിരിക്കും. അത് വെറുതെ പറയുന്ന ഒരു രാഷ്ട്രീയമായിട്ട് പറയുന്ന ഒരു ഗിമ്മിക്സ് മാത്രമാണ്, തെറ്റായ നറേറ്റീവാണ്. പിന്നെ ഈ പൊളിറ്റിക്സിൻ്റെ കാര്യം പറയുമ്പോഴത്തേക്കും തന്നെ നമ്മൾ ഈ പറഞ്ഞല്ലോ, സ്വാതന്ത്ര്യത്തിന് മുമ്പ് തന്നെ ഇതിൻ്റെ, അതായത് 1870 മുതൽ ഇങ്ങോട്ടുള്ള കാര്യം, ഇത് ഈ രാഷ്ട്രീയ ബില്ലും അതുപോലുള്ള നിയമങ്ങളും ഒന്നും പാസ്സാക്കിയില്ലെങ്കിലും ഇതൊക്കെ അംഗീകരിച്ചു കൊടുത്തുകൊണ്ട് തന്നെയാണ് പോകുന്നത്. ഒരു മെജോറിറ്റിയുടെ ഒരു വൈകാരികമായിട്ടുള്ള ഒരു പ്രശ്നത്തിനെതിരായിട്ട് നിൽക്കാൻ ഇവർക്ക് ആർക്കും, ഒരു ഭരണകർത്താക്കൾക്കും കഴിഞ്ഞിട്ടില്ല. സ്വാതന്ത്ര്യത്തിന് ശേഷം വളരെ വിഗറസായിട്ട് തന്നെയാണ് ഇവിടുത്തെ മെയിൻ സ്ട്രീം പാർട്ടീസ്, അതിൽ കോൺഗ്രസ് വളരെ ശക്തമായിട്ട് തന്നെയാണ് ഇവർക്ക് വേണ്ടി നിന്ന്. 20ഓളം സ്റ്റേറ്റിൽ ഗോവധം നിരോധിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്ന ഇന്ത്യയിൽ നിസ്സാര കാര്യം. 28-ൽ കേരളവും ബംഗാളും 2-3 നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റും ഒഴികെ ബാക്കി എല്ലായിടും. അപ്പോൾ എവിടെയാണ് കേരളത്തിലെ സംഭവമാണ് നമ്മൾ ആദ്യം സൂചിപ്പിച്ചത്, അവിടെയും വരാൻ എന്ന് പറഞ്ഞാൽ ഒബ്ജക്ഷൻ അവിടെയും ഉണ്ടാകുന്നു. പക്ഷേ അവിടുത്തെ ഒരു രസം എന്ന് പറയുന്നത് ഈ പൊളിറ്റിക്സ്, അവിടെ ശരിയായ പൊളിറ്റിക്സ് അവർ കളിക്കുന്നുണ്ട്. അതായത് കേരളത്തിൽ ഈ നിലപാടെടുക്കുന്ന സമയത്ത് നോർത്ത് ഈസ്റ്റേൺ സംസ്ഥാനങ്ങളിൽ, വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ സ്ട്രിക്റ്റ് അല്ല. കാരണം അവിടെ മെജോറിറ്റി ഇത് കൺസ്യൂം ചെയ്യുന്ന ആളുകളായതുകൊണ്ട് അവിടെ അയഞ്ഞ സമയം. അപ്പോൾ ഇവിടെ വിശ്വാസവും കാര്യങ്ങളും ഒന്നുമല്ല. ഒരു ഹിന്ദുത്വ രാഷ്ട്രീയം എന്ന് പറയുന്നത് എവിടെയാണ് ഹിന്ദുയിസം ഉപയോഗിക്കാൻ പറ്റുന്നത്, അത് ശബരിമല വിഷയമാകട്ടെ, പശുവിൻ്റെ വിഷയമാകട്ടെ, മറ്റെന്തൊരു വിഷയമാകട്ടെ, അവിടെ ഹിന്ദുയിസം ഉപയോഗിക്കും. അതുപോലെ ഹിന്ദുത്വ വേറെ ഹിന്ദുയിസം വേറെ എന്ന് പറയുന്ന നറേറ്റീവ് വളരെ തെറ്റാണ്. രാഷ്ട്രീയക്കാർ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി മാത്രം പറയുന്നതാണ്. പക്ഷേ ഇപ്പം ഷിബു പറഞ്ഞതിൽ നിന്ന് ഇപ്പം BJP RSSകാർ അല്ലെങ്കിൽ അവരുടെ പൊളിറ്റിക്കൽ സ്പ്രെഡ് ചെയ്യുമ്പോൾ കേരളത്തിൽ ബീഫ് പ്രശ്നമല്ല, ഗോവയിൽ പ്രശ്നമല്ല, നോർത്ത് ഈസ്റ്റിൽ പ്രോബ്ലം ഇല്ല. ഇനി അല്ല, ഇപ്പോൾ ഈ സ്ഥലങ്ങളിൽ UP-യിൽ തന്നെയുള്ള ഹിന്ദുക്കൾ എന്ന് പറയുന്ന ഭാഗമായിട്ടുള്ള കുറേ കമ്മ്യൂണിറ്റികൾ ബീഫ് അല്ലെങ്കിൽ പശുവിനെ കൺസ്യൂം ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇത്രയും വൈഡായിട്ടുള്ള ഒരു ഏരിയയിൽ ഇങ്ങനെ ഒരു ഐഡൻറ്റിറ്റി ക്രിയേറ്റ് ചെയ്തിട്ട് അവിടെ, അതായത് നേരത്തെ മാഷ് പറഞ്ഞു താത്വികമായ അടിത്തറ ഇല്ല എന്നുള്ളത്. പക്ഷേ എന്നിട്ടും എന്തുകൊണ്ട് നമുക്ക് അല്ലെ ഈ RSS സംഘപരിവാര ആളുകൾക്ക് ഇതൊരു സിമ്പിളായിട്ട് ഉയർത്തിക്കാട്ടാൻ പറ്റുന്നു? കാരണം കേരളത്തിലൊരു കാര്യം പറയാം, നോർത്ത് ഈസ്റ്റ് പോയി വേറെ കാര്യം പറയുന്നത്, UP-യിൽ പോയിട്ട് വേറെയാണ്. അവിടെ ഇത് പശുവിനെ കൊല്ലുന്നതിനെതിരെ പറയുമ്പോൾ കേരളത്തിൽ അലോ ചെയ്യാം, ഗോവയിൽ അലോ ചെയ്യാം, കേരളത്തിലെ BJP ആളുകൾ തന്നെ ബീഫ് കൺസ്യൂം ചെയ്യുന്ന അവസ്ഥയുണ്ട്. എങ്ങനെയാണ് അതിനെ കാണുന്നത്? അല്ല, ഈ പിന്നെ ഒരേ ആശയമാണ്, ഒരേ ഐഡിയോളജി ആണെന്നുണ്ടെങ്കിൽ, ഇപ്പം സംഘപരിവാർ ഐഡിയോളജി പശുവിനെതിരാണെന്നുണ്ടെങ്കിൽ ഇന്ത്യ മൊത്തം സംഘപരിവാർ ഐഡിയോളജി പശുവിനെ കൊല്ലുന്നതിനെതിരായിരിക്കണം. പക്ഷെ അങ്ങനെയല്ല ഇവിടെ സംഭവിക്കുന്നത്. ഇവിടെ ഒരു സ്ഥലത്ത് അവർ പിന്നെ കേരളത്തിൽ ഒരു നിലപാടും UP-യിൽ വേറെ നിലപാടെടുക്കുന്ന ഒരേ പാർട്ടിയാണ് ഇവിടെ ഉള്ളത്. അപ്പം എന്തുകൊണ്ട്, എങ്ങനെയാണ് ഈ ഒരു സിമ്പിളാണെന്ന് പറയുകയാണെങ്കിൽ ഒരു സിമ്പിളിനെ വെച്ചിട്ട് പല സ്ഥലത്തും പല നിലപാടുകൾ എടുക്കാൻ പറ്റുന്നുണ്ട്? അത് ഓരോ പ്രദേശത്തും, ഇപ്പം കേരളം പോലുള്ള ഒരു സ്ഥലത്ത് അവർ പിന്നെ ആവിഷ്കരിക്കുന്ന തന്ത്രങ്ങൾ അത് ആയിരിക്കില്ല മറ്റൊരു സ്ഥലത്ത് ആവിഷ്കരിക്കുന്ന തന്ത്രങ്ങൾ. കാരണം കേരളം ഒരു പ്രത്യേക പ്രദേശമാണ്. ഇത് തന്നെയായാലും ഇവിടെ നവോത്ഥാനത്തിൻ്റെയൊക്കെ ഫലമായിട്ട് കുറേ കൂടി സാംസ്കാരികമായിട്ട് പുരോഗതി നേടിയിട്ടുള്ളൊരു പ്രദേശമാണല്ലോ. മതേതരത്വവും ജനാധിപത്യവും
കുറേയൊക്കെ വികസിച്ച സ്ഥലമാണ്. അങ്ങനെയുള്ള സ്ഥലത്ത് അവരുടെ ഈ പശു രാഷ്ട്രീയം അത്രമാത്രം വിലപ്പോവില്ല. ഒന്നാമത് ഇവിടുത്തെ ഈ ഡെമോഗ്രാഫിക് ആയിട്ടുള്ള അതിൻ്റെ സ്ഥിതി ഉണ്ടല്ലോ. ഈ പിന്നെ ന്യൂനപക്ഷം എന്ന് പറയുന്നത് പകുതി 50% ഉണ്ട്, ക്രിസ്ത്യൻസും മുസ്ലിംസും കൂടി. ഹിന്ദുക്കൾ എന്ന് പറയുന്നതും 50%. അങ്ങനെയുള്ള ഒരു സമൂഹത്തിൽ പിന്നെ ഈ വർഗീയത അവിടെ ചെലുത്തുന്ന പോലുള്ള വർഗീയത ഇവിടെ നടപ്പാക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ് ഇവിടെ അവർ ഈ പശുവിനെ അത്ര വലിയ ഒരു പ്രാധാന്യം. ഇവിടെ മാത്രം നോക്കൂ, ഇപ്പോൾ ഈ പള്ളികൾ, ക്രിസ്ത്യൻ പള്ളികളൊക്കെ ആക്രമിക്കുന്നു, അല്ലെങ്കിൽ പാതിരിമാരെ ആക്രമിക്കുന്നു. നമ്മൾ പലതും കേട്ടു, ക്രിസ്ത്യൻ കരോൾ സംഘത്തെ ആക്രമിച്ച കാര്യം ഇവിടെ കേരളത്തിൽ നടന്നിട്ടുണ്ട്. പക്ഷേ അതുപോലുള്ള ഒരു ഇതല്ല ഇവിടെ ഉള്ളത്. ഇവിടെ ക്രിസ്ത്യാനികളുടെ പിന്നെ ഇത് ക്രിസ്തുമസിന് അവിടെ വീട്ടിൽ പോവുക, കേക്ക് കൊടുക്കുക തുടങ്ങിയിട്ടുള്ള അവരെ അപ്പീസ് ചെയ്യുന്നതിനുള്ള നടപടികളാണ് സ്വീകരിക്കുന്നത്. അപ്പുറത്താണെങ്കിൽ ആക്രമിക്കുന്നു. അപ്പോൾ ഓരോ സ്ഥലത്തും അവിടുത്തെ സാഹചര്യവും ജനങ്ങളെയൊക്കെ നോക്കിയിട്ടുള്ള ഒരു തന്ത്രമാണ് അവർ ആവിഷ്കരിക്കുക. അതേപോലെ പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ള വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ പിന്നെ ഈ അന്യമത വിരോധം അല്ലെങ്കിൽ ഒരാളെ അപരവൽക്കരിച്ചിട്ട് അതാണ് കുറച്ചുകൂടി ഈ ആളുകളെ കൂട്ടിച്ചേർക്കാൻ എളുപ്പം തോന്നുന്നത്. അതായത് വെറുപ്പിൻ്റെ രാഷ്ട്രീയത്തിനാണ് നിലനിൽപ്പ് വികസനത്തിൻ്റെ രാഷ്ട്രീയത്തെക്കാട്ടിലും എന്നുള്ള ഒരു പൊളിറ്റിക്കൽ പാർട്ടികൾക്ക് തോന്നിയാൽ അതിനെ, കാരണം നമ്മുടെ സമൂഹത്തിൽ അങ്ങനെയാണ് നമ്മൾ പെരുമാറുന്നത്. ഒന്ന് നമ്മൾ പരിണാമപരമായി നമ്മുടെ മസ്തിഷ്കം നമ്മൾ ആരെങ്കിലും വെറുക്കാൻ തുടങ്ങിയാൽ നമ്മൾ അവരെ മാറ്റി നിർത്തും. നമ്മൾ എന്തിൻ്റെ പേരിൽ, വെറുപ്പിൻ്റെ പേരിൽ ഒരാളെ ഒരു കൂട്ടാനും രണ്ട് ഡിവൈഡ് ആക്കാനൊക്കെ ഉള്ള ഓപ്ഷൻ നമ്മുടെ നാട്ടിലുണ്ട്, നമ്മുടെ മനസ്സിൽ ബ്രെയിനിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ അന്യമതങ്ങളെ വെറുക്കാൻ വേണ്ടിയുള്ള ഒരു ടൂള് പോലെ ഒരു ടൂള് മാത്രമല്ല എപ്പോഴും പശുവിനെ യൂസ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ പിന്നെ വെറുപ്പിൻ്റെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്ത് നോക്കുകയാണെങ്കിൽ ചരിത്രപരമായ കാരണങ്ങളുണ്ട്. ഇപ്പോൾ ഒരു മുസ്ലിം വിരോധം മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അതിന് മുസ്ലിങ്ങൾ ഒരുപക്ഷെ കാരണക്കാരായിരിക്കാം. കാരണം അവരുടെ മതശാഠ്യങ്ങൾ, മതപ്രചരണ രീതി, അതുപോലെ വേറിട്ട് നിൽക്കൽ, ഞങ്ങളൊരു പ്രത്യേക വിഭാഗമാണെന്നാൽ അവരുടെ സ്വത്വബോധം വളർത്തിയെടുക്കുന്നത്, ഇതൊക്കെ സമൂഹത്തിൽ പ്രകടിപ്പിക്കുന്ന സമയത്ത് അത് പൊതുസമൂഹത്തിൽ അമുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾക്ക് തന്നെ ഒരു വെറുപ്പ് ഉണ്ടാക്കുന്നുണ്ട്. അതിനെ ആളിക്കത്തിക്കുന്ന രീതിയിലുള്ളതാണ് അവരുടെ പ്രവർത്തനങ്ങൾ. ഇപ്പോൾ ഇസ്ലാമോഫോബിയ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ഇപ്പോൾ ഹിജാബിൻ്റെ വിഷയം വന്നപ്പോൾ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ഹിജാബ് ഞങ്ങൾ എന്തു തന്നെയായാലും അത് പിന്നെ ഞങ്ങൾ ധരിക്കുക തന്നെ ചെയ്യും എന്നുള്ള ധിക്കാരത്തോടു കൂടി സ്കൂളുകളിലൊക്കെ നിരോധിച്ചപ്പോൾ സ്കൂളുകൾക്ക് അതിനുള്ള അധികാരമുണ്ടല്ലോ, അവകാശമുണ്ട്. ഹിന്ദു വസ്ത്രത്തിൻ്റെ യൂണിഫോം അവർക്ക് ആവിഷ്കരിക്കാൻ പറ്റും. അപ്പോൾ അതിനൊക്കെ എതിർത്തുകൊണ്ട് അവർ മതശാഠ്യം ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ മതപ്രചരണ രീതികൾ രാവും പകലും ഒന്നുമില്ലാത്ത രീതിയിൽ പിന്നെ വലിയ മൈക്ക് കൊളാമ്പിയൊക്കെ വെച്ച് കണ്ടിട്ടുള്ള പ്രസംഗ പരമ്പരകൾ നടത്തുക, പ്രഭാഷണങ്ങൾ നടത്തുക, ബാങ്ക് വിളി തുടങ്ങിയിട്ടുള്ളത്. ബാങ്ക് വിളി അത്ര വലിയ ശല്യം അല്ല എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. ഇപ്പോൾ അമ്പലത്തിൽ നിന്നുള്ള പാട്ടിൻ്റെ അത്ര ശല്യം ഉണ്ടാവില്ല. അപ്പോൾ എന്നിരുന്നാലും ഇത്തരം കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പിന്നെ ഈ അമുസ്ലിങ്ങളുടെ മുസ്ലിം വിരുദ്ധതയെ പ്രകോപിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ അവർ നടത്തുന്നുണ്ട്. ഇപ്പോൾ മുസ്ലിങ്ങൾ ജനസംഖ്യ വർദ്ധിച്ചു വരികയാണ്. അങ്ങനെ കുറേ കഴിയുമ്പോൾ നമ്മുടെ ഇന്ത്യ ഒരു ഇസ്ലാമിക രാജ്യമായിട്ട് മാറും. ആ രീതിയിലുള്ളൊരു ഭീതി പരത്തുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ ഭീതി പരത്തുന്നതിന് വീട് പോകുന്ന ഒരുപാട് ആളുകളുണ്ട്. അതാണ് ഇവർ ഈ ഹിന്ദുത്വ ശക്തികൾ ഉപയോഗിക്കുന്ന ഒരു പ്രധാനപ്പെട്ട മാർഗം. ഈ അതിനകത്ത് കൂട്ടിച്ചേർക്കാണ്ടോ, നമ്മൾ ഈ വെറുപ്പിൻ്റെ രാഷ്ട്രീയത്തിനാണ് നിലനിൽപ്പ് ഒരു യാഥാർത്ഥ്യം ഇവിടെ. നമ്മൾ സോഷ്യൽ മീഡിയയിൽ നോക്കുകയാണെങ്കിൽ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ ഡിസ്കസ് ചെയ്യുന്നത് ഇല്ലെങ്കിൽ നമ്മുടെ പിന്നെ എസൻസിൻ്റെ പരിപാടികൾ തന്നെ വീക്ഷിക്കുകയാണെങ്കിൽ ഇല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കാണുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഫൈറ്റ്, അതായത് കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ള സാധനങ്ങൾ, അല്ലെങ്കിൽ ആരെങ്കിലും തെറി പറയുക, ചീത്ത വിളിക്കുക എന്നുള്ള കാര്യങ്ങൾ, ഇതിനാണ് നിലനിൽപ്പുള്ളത് എന്നുള്ള ഒരു അവസ്ഥ ഇവിടെ ഉണ്ട്. അതിനെപ്പറ്റി എന്താ പറയാനുള്ളത്? ഇല്ല, ഇപ്പോൾ ഈ വൈകാരികത ഉണർത്തിവിടുന്ന ഈ ഒരു വിഷയത്തിലെന്ന് പറഞ്ഞാൽ ഇതിൽ വൈകാരികതയാണ്. ഞാൻ പറഞ്ഞത് ഐഡിയോളജി ഇല്ല. ഇപ്പോൾ ഐഡിയോളജി വരുമ്പോൾ നമുക്ക് ബേസിക്കായിട്ട് മനുഷ്യരെന്ന് പറഞ്ഞാൽ ഒരു ട്രൈബൽ മെൻറ്റാലിറ്റി നമുക്കുണ്ട്. നമ്മളൊരു ട്രൈബാണ്, വേറൊരു കൂട്ടം. അപ്പോൾ മാഷ് അത് സൂചിപ്പിച്ചല്ലോ, ഒരു എതിർവശത്ത് ഒരാളുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കൂടുതൽ ശക്തിയോടെ നമുക്ക് കൂട്ടം ചേരാനും അതിനെ നേരിടാനും ശക്തി പ്രാപിക്കാനും കഴിയുമെന്നുള്ള ഒരു സ്വഭാവം അങ്ങനെ ഒരു ഡിഫോൾട്ട് സെറ്റിംഗ് തന്നെയുണ്ട്. അതിനെ ട്രിഗർ ചെയ്ത് കൊടുക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അതായത് നമ്മുടെ പരമ്പരാഗതമായിട്ടുള്ള നമുക്ക് ചില സംസ്കാരമുണ്ടായിരുന്നു, കുറേ പാരമ്പര്യമുണ്ടായിരുന്നു. വിദേശത്തു നിന്ന് അധിനിവേശ ശക്തികൾ വന്നിട്ട് ഇത് മുഴുവൻ തകർത്തു കൊണ്ടുപോയി. എന്നിട്ട് ഇവിടുത്തെ അറിവെല്ലാം ഇവിടുന്ന് എടുത്ത് അവരവിടെ കൊണ്ടുപോയി
നമുക്ക് വലിയ യൂണിവേഴ്സിറ്റികൾ ഇവിടെ ഉണ്ടായിരുന്നു, നളന്ദ, നമുക്കതിലേക്കൊന്നും കിടക്കാൻ നേരമില്ല. അതുപോലെ തന്നെ അതിനെയൊക്കെ പുനരുജ്ജീവിപ്പിച്ചു കൊണ്ടുവരുന്ന അറിവാണ് ഇവിടെ കാണുന്ന. ആയുഷ് എന്നൊക്കെയുള്ള സംഭവം എന്താണ്? പരമ്പരാഗതമായിട്ട് ശാസ്ത്രീയമായിട്ട് യാതൊരു നിലനിൽപ്പും ഇല്ലാത്ത, അടിസ്ഥാനവുമില്ലാത്ത ചികിത്സാ സമ്പ്രദായങ്ങളെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ ആയുഷ് മന്ത്രാലയമൊക്കെ. ഒരുപക്ഷെ നമ്മളതിന് പറഞ്ഞാൽ നമുക്കെതിരായിട്ട് നടപടി വരുമോ എന്ന് എനിക്കറിയില്ല. പക്ഷേ അവിടെയൊക്കെ എന്ന് പറയുന്നത് സങ്കല്പത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള അക്യുപങ്ചർ, യോഗ എന്നൊക്കെ പറയുന്നത് അതിനെ പുനരുജ്ജീവിപ്പിച്ച് കൊണ്ടുവരുന്നത് നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. ഇതിനൊക്കെ വലിയ അറിവ് ലോകത്തൊന്നും ഉണ്ടായിരുന്നില്ല. ഇത് ഇവിടുന്ന് അങ്ങോട്ട് പോയതാണ്. അവിടുന്ന് അധിനിവേശ ശക്തികൾ വന്നിട്ട് ഇത് മുഴുവൻ തകർത്തു. എന്നിട്ട് ഇവിടുത്തതെല്ലാം അവരവിടെ എടുത്തു കൊണ്ടുപോയി പുതിയ രൂപത്തിലാക്കി നമുക്ക് വിൽക്കുന്നു. അതുകൊണ്ട് നമ്മൾ നമ്മുടെ പാരമ്പര്യത്തിലേക്ക് തിരിച്ചു പോകണമെന്നുള്ള ഒരു നറേറ്റീവാണ് ഇവിടെ നടക്കുന്നത്. അതിനുവേണ്ടി എതിർപക്ഷത്ത് ഇങ്ങനെ മറുഭാഗത്ത് ഈ പാരമ്പര്യത്തെ എതിർക്കുന്ന, നമ്മുടെ പാരമ്പര്യമില്ലാത്ത എവിടെ നിന്നോ വന്ന ഒരു കൂട്ടം ആളുകൾ, മാഷിപ്പോൾ പറഞ്ഞതുപോലെ അവർ മറ്റു വേറൊരു വിഭാഗമാണ്. അവരെ നമ്മുടെ പാരമ്പര്യത്തിനെതിരായിട്ടുള്ള ആളുകളെ നമ്മൾ അങ്ങനെ ശത്രുപക്ഷത്ത് കാണേണ്ടതാണെന്ന് ഒരു മനോഭാവം യുവാക്കളിലും കണ്ടുവരുന്നു. അതിൻ്റെ പ്രതിഫലനമാണ് ഇപ്പോൾ സുരേഷ് സൂചിപ്പിച്ച ഈ ഫേസ്ബുക്ക് പോസ്റ്റിലൊക്കെ ഉള്ള വളരെ വളരെ അഗ്രസീവായിട്ടുള്ള ചില സ്റ്റേറ്റ്മെൻറ്റ്സും വളരെ നമുക്കൊരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത ചെറുപ്പക്കാരെന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ എഴുതുന്നതെന്ന് നമുക്ക് പലപ്പോഴും അതിശയം തോന്നും. അതിനൊക്കെയുള്ളൊരു പരിഹാരം കാണേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു കാരണം. അതോടൊപ്പം പിന്നെ നമുക്ക് അടുത്തൊരു വിഷയത്തിലേക്ക് പോവുകയാണെങ്കിൽ, നമ്മളിപ്പോൾ ഇങ്ങനെ ആശയവും ഐഡിയോളജിയൊക്കെ ഡിസ്കസ് ചെയ്തു. ശരിക്കും യഥാർത്ഥത്തിൽ ഇപ്പം നമ്മുടെ ഗോവധം നിരോധിക്കുകയാണെങ്കിൽ അതിൻ്റെ സാമൂഹ്യ സാമ്പത്തിക വശങ്ങൾ എന്തൊക്കെയായിരിക്കും? ആളുകൾക്ക് ഉണ്ടാകുന്ന ഇമ്പാക്റ്റ് എന്തൊക്കെയായിരിക്കും? ഈ അക്രമവും മറ്റുള്ള കാര്യങ്ങളൊക്കെ സൈഡിലേക്ക് വെച്ച് അത് ഡിസ്കസ് ചെയ്ത് കുറേ പോയിക്കൊണ്ടിരിക്കും. അല്ലാതെയുള്ള സാമൂഹ്യ ഇമ്പാക്റ്റ്, സാമ്പത്തിക ഇമ്പാക്റ്റിൻ്റെ കാര്യം ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് പറയാം. ഗോവധം ഈ ബീഫ് എക്സ്പോർട്ട് ചെയ്യുന്ന ലോക രാഷ്ട്രങ്ങളിൽ ഏറ്റവും മുകളിൽ നിൽക്കുന്നവരാണ് നമ്മൾ. ഒരു കാലത്ത് 2ആണ്, ഇനി സബ്ജക്റ്റ് ടു കറക്ഷൻ, ഇപ്പം 4ആണോ എന്നാണ് എനിക്ക് തോന്നുന്നത്. ബ്രസീലായിരുന്നു നമ്പർ 1, ഇന്ത്യ 2ാം സ്ഥാനത്തുണ്ടായിരുന്നു ബീഫ് എക്സ്പോർട്ട് ചെയ്യുന്നതിന്. ഇപ്പോഴും ഇത്ര വലിയ ബീഫ് വിരോധികളാണെങ്കിൽ എന്തുകൊണ്ടാണ് ഇത് പതുക്കെ കുറച്ചുകൊണ്ട് മദ്യ നിരോധനം, ഞങ്ങൾ പതുക്കെ മദ്യത്തിൻ്റെ ലഭ്യത കുറച്ചുകൊണ്ട് വരുമെന്ന് പറയുന്നത് പോലെ ബീഫിൻ്റെ എക്സ്പോർട്ട് നമുക്ക് പതുക്കെ കുറച്ചുകൊണ്ട് വരണമെന്നുള്ള ഒരു നയം എന്തുകൊണ്ടാണ് രൂപീകരിക്കാത്തത്? ഇതിന് വലിയൊരു എക്കണോമിക്കായിട്ടുള്ള ഒരു സ്ഥാനം ഇതിനുണ്ട്, സാമ്പത്തികമായി പ്രധാനം. പിന്നെ നമ്മുടെ ഇതുകൊണ്ട് ജീവിക്കുന്ന എത്രയോ ലക്ഷങ്ങൾ. നമ്മുടെ നാട്ടിൽ പോലും പശു എന്ന് പറയുന്നത് ഒരു ഉപയോഗമുള്ള ഒരു ജീവിയായിരുന്നു. ഒരു കാലത്തെന്ന് പറഞ്ഞാൽ എൻ്റെയൊക്കെ ഓർമ്മയിൽ കുട്ടിക്കാലത്ത് പറയാം, ഒട്ടുമിക്ക വീടുകളിലും പശുക്കളുണ്ടായിരുന്നു. 1-2 പശുക്കളുണ്ടാവും. അത് പലരും ഉപജീവന മാർഗമായിട്ട് തന്നെയായിരുന്നു ഉപയോഗിച്ചിരുന്നത്. ആ കാലത്ത് ഈ പശുവിനെ, എൻ്റെ അറിവ് ശരിയാണെങ്കിൽ, ഒരു 5-6 തവണ കറവ കിട്ടിക്കഴിഞ്ഞാൽ, പ്രസവം കഴിഞ്ഞാൽ പിന്നെ ആ പശുവിന് പാലുൽപാദനം വളരെ കുറയും. പിന്നെ ആ പശുവിനെ വിൽക്കുകയാണ്. ക്ഷേത്രങ്ങളോട് ചേർന്ന് തന്നെയുള്ള കാലിച്ചന്തകളൊക്കെ പണ്ടുണ്ടായിരുന്നു. ഞങ്ങളൊക്കെ കുട്ടിക്കാലത്ത് ഞാൻ കണ്ടിട്ടുണ്ട്. അവിടെ ഈ കന്നുകാലികളെ കൊണ്ടുവരുമ്പോൾ ഇങ്ങനെയുള്ള വീടുകളിൽ നിന്ന് പശുക്കളെ അവിടെ കൊണ്ടുവന്ന് വിൽക്കുന്ന അറിവുകാരാണ് വാങ്ങിക്കൊണ്ടു പോകുന്നത്. ആർക്കും ഒരു അസ്വാഭാവികതയും തോന്നിയിട്ടില്ല. അപ്പോൾ സാമ്പത്തികമായിട്ട് ഒരു ജീവിതമാർഗമായിരുന്നു. നമ്മുടെ രാജ്യത്തിൻ്റെ എക്സ്പോർട്ടിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ഇക്കണോമിക് ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ് ഈ പറഞ്ഞ ഐഡിയോളജിയിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ. സോ ആ ബീഫ് നിരോധനത്തിനെതിരായിട്ടുള്ള, ഗോവധത്തിനെതിരായിട്ടുള്ള ഈ പറയുന്ന മൂവ്മെൻറ്റിനെ നമ്മൾ അതേ രീതിയിൽ തന്നെ കാണണം. അതിന് തീർച്ചയായിട്ടും അതിനൊരു ഇക്കണോമിക് ഇമ്പാക്റ്റ് ഉണ്ട്. അത് ഓർത്തപ്പോഴാണ് ഞാൻ പണ്ട് പൂനെയിലുണ്ടായിരുന്ന സമയത്ത് യാത്ര ചെയ്യുമ്പോഴൊക്കെ അവിടെ അന്ന് സമ്പൂർണ്ണമായ നിരോധനമില്ലായിരുന്നു. പക്ഷേ ആളുകൾ ഈ ബീഫ് ഉപയോഗിക്കുന്നത് വളരെ കുറവായിരുന്നു. അപ്പം യാത്ര ചെയ്യുമ്പോൾ റോഡ് സൈഡിലൊക്കെ ആളുകൾ ഈ ഇതേപോലെ 4-5 തവണ കറവ കഴിഞ്ഞ അതായത് ഉപയോഗശൂന്യമായ, ഉപയോഗം എന്ന് പറഞ്ഞാൽ വരുമാനമില്ലാത്ത പശുക്കളെയും ഈ കന്നുകാലികളെയൊക്കെ കൊണ്ടുപോയി തള്ളും. കാരണം ഇവർക്ക് ഇത് പിന്നെ വീട്ടിൽ വളർത്തുകയാണെങ്കിൽ, അതിനെ സംരക്ഷിക്കുകയാണെങ്കിൽ അതിന് റിട്ടേൺ ഒന്നുമില്ല. പക്ഷേ നമ്മൾ ഭക്ഷണം കൊടുക്കണം, അതിന് ചിലവ്, സമയം സ്പെൻഡ് ചെയ്യണമൊക്കെ വേണം. ഗോശാലകളുണ്ടായിരുന്നു. ഗോശാലകളിൽ ഈ പശുക്കളെ പിന്നെ അത് മരിക്കുന്നത് വരെ 10, 20, ചില 30 വർഷം വരെയൊക്കെ ജീവിച്ചിരിക്കുന്നു. 5-6 വർഷം ഇതിന് വരുമാനമുണ്ട്. ബാക്കിയുള്ള 20 വർഷം ഈ പശുവിന് തീറ്റ കൊടുത്ത് ഗോശാലകളെ സംരക്ഷിക്കുക എന്ന് പറയുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു രാജ്യത്തിൻ്റെ എത്ര ഭീകരമായ ഒരു അവസ്ഥയാണ്. അതിന് കഴിയില്ല. അതുകൊണ്ട് അതിന് ഇറച്ചി വിലയ്ക്ക് കൊടുക്കുക എന്നുള്ളത്. അവിടെയാണ് ഈ പറഞ്ഞത്, പശുവിനെ കൊണ്ടുവന്ന് അവർ ഗതി കെട്ടിട്ട് കൊണ്ടുവന്ന് വഴിയിൽ വലിച്ചെറിഞ്ഞിട്ട് പോകും, അഴുകി കിടക്കുന്നവിടെ. അത് ഒരാൾക്ക് കാണാം. നമ്മൾ പശുവിനെ കഴിക്കുന്ന ആൾക്കാരാണ്, അല്ലെങ്കിൽ ബീഫ് കഴിക്കുന്ന ആൾക്കാർ, നമുക്ക് കണ്ടാൽ തന്നെ നമുക്ക് സങ്കടം തോന്നും. പശു കിടപ്പിലാണ്, വെള്ളമില്ല, ഭക്ഷണമില്ല, ഒരു സൈഡ് പുഴുവരിക്കുന്നു. കാരണം കർഷകർക്ക് വേറെ ഓപ്ഷൻ ഇല്ല, അവരെ കൊണ്ട് ഡംപ് ചെയ്യാണ്. അപ്പം ഇങ്ങനെ വരുന്ന സമയത്ത് പശുവിനെ സംരക്ഷിക്കുന്ന ഒരു നിലപാടെടുക്കുകയാണെങ്കിൽ
അത് എന്തായിരിക്കും അതിൻ്റെ, എങ്ങനെയായിരിക്കും ഉണ്ടാവുക? ഗോശാലകൾ ഒരു പരിഹാരമാവുമോ? ഇപ്പം നേരത്തെ ഷിബു പറഞ്ഞ ഇപ്പം ഗോശാലകളൊന്നും ഒരു പരിഹാരമാവില്ല. ഇപ്പം തമിഴ്നാട്ടിൽ തന്നെ ചില റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്, ഈ ഗോശാലകളിൽ സംരക്ഷിക്കാൻ നിയോഗിക്കപ്പെട്ട കീപ്പേഴ്സായിട്ടുള്ള ആളുകൾ തന്നെ ഈ ഇതിനെടുത്തിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ മറച്ച് ഇറച്ചിക്ക് വിൽക്കുന്ന കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഗോശാലകളെന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഈ ഉപയോഗമൊക്കെ ഇല്ലാതെ അയക്കുന്ന കറവ് പറ്റിയ പശുക്കൾ. അതെ, കറവ് പറ്റിയ പശുക്കൾ. അവയൊക്കെ ഒരു പ്രത്യേക സ്ഥലത്ത്, ഇപ്പോൾ നായ്ക്കളൊക്കെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞ പോലെ സൂക്ഷിക്കുക, അവർ തീറ്റ കൊടുക്കുക, അവർക്ക് സൂക്കട് വന്നു കഴിഞ്ഞാൽ പിന്നെ വെറ്റിനറി ഡോക്ടറെ കൊണ്ടുവന്നിട്ട് ചികിത്സിക്കുക, മരുന്ന് വാങ്ങി കൊടുക്കുക. അങ്ങനെ അതിന് ഒരുപാട് പൈസ ചിലവാവില്ലേ? പൈസ ചിലവും പൊതുജനങ്ങളുടെ ടാക്സ് മണിയാണ് പോകുന്നത്. പൊതുജനങ്ങളുടെ പൈസയാണ്. പൊതുജനങ്ങളുടെ പൈസ പോവും. അപ്പോൾ ശരിക്കും വേണ്ട എന്താണ്, ഇങ്ങനെ ആയി വരുന്ന മൃഗങ്ങളെ അറവുശാലയിലേക്ക് വിടുകയാണ് വേണ്ടത്. പക്ഷേ ഇവിടെ എന്താണ്, അത് മനുഷ്യനെ കൊല്ലുന്നത് പോലെ തന്നെയുള്ള ഒരു ഇതായിട്ടാണ് കാണുന്നത് ഗോവധം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ ഇവിടെ ജീവപര്യന്തം തടവിനെ അടക്കം ശിക്ഷിച്ചെന്നാണ് പറയുന്നത് അല്ലേ? എങ്ങോട്ടാണ് പോണത്? നമ്മൾ സമയക്കുറവുകൊണ്ട് അതിലേക്ക് പോകാൻ പറ്റാത്തതാണ്. ഇതിനൊക്കെ മറയാക്കുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഗാന്ധിയാണ്. ഗാന്ധി എടുത്ത് പ്രതിഷ്ഠിക്കും, പശുവിനെ കൊല്ലരുത്, ബീഫ് കഴിക്കരുത്. ഇപ്പം ഈ പറഞ്ഞ പോലെ തന്നെ പശുവിനെ സംരക്ഷിക്കണം, ഗോശാലകളിൽ പശുവിനെ സംരക്ഷിക്കണം. എന്തേ? ഗാന്ധി എതിർത്തു. ഗാന്ധി എന്ത് കാര്യം വിലക്കിയിട്ടുണ്ടോ അത് നമ്മൾ ചെയ്യാൻ പാടില്ല. നമ്മൾ അതിലേക്ക് കടക്കാനൊന്നും നേരമില്ല. ഗാന്ധി ചെയ്തിട്ടുള്ള എത്രയോ കാര്യങ്ങൾ ഭീകരമായ രീതിയിലുള്ള ആശയങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ പിന്തിരിപ്പൻ ആശയങ്ങൾ ധാരാളം. വിത്ത് ഡ്യൂ റെസ്പെക്ട് ടു ഹിം, എല്ലാ ബഹുമാനം നിലനിർത്തിക്കൊണ്ട് തന്നെ നമുക്ക് ഈ കാര്യത്തിലൊക്കെ ഗാന്ധിയുടെ ആശയം വളരെ പിന്തിരിപ്പ്. ഞാൻ പറഞ്ഞെന്താണെന്ന് വെച്ചാൽ, ഈ ഗോശാലകൾ വേണ്ടി വരുമെന്ന് പറഞ്ഞാൽ ഗാന്ധിയൊക്കെ അതിനുവേണ്ടി വാദിച്ച ആളാണ്. അതൊക്കെ നമ്മൾ എത്രത്തോളം അല്ലാതെ തന്നെ വേറെ ഒരു ഇതൊക്കെയാണെങ്കിൽ ഇപ്പം ഗോവധ നിരോധനത്തിന് അനുകൂലമായിട്ടുള്ള ഒരുപാട് ഹിന്ദു സംഘടനകളും അതേപോലെ വ്യക്തികളും ഉണ്ട്. പക്ഷേ ഇവരാരും തന്നെ, ഇവരൊക്കെ തന്നെ ബോംബെയിലോ പൂനെയിലൊക്കെ ഫ്ലാറ്റുകളിൽ താമസിച്ചില്ല, നല്ല വീടുകൾ താമസിച്ചിട്ട് പിന്നെ കർഷകർ ഇതിനെ ജീവിതകാലം മുഴുവൻ സംരക്ഷിക്കണം എന്നുള്ള അഭിപ്രായത്തിലാണ്. അത് അങ്ങനെ പ്രകടിപ്പിക്കുകയല്ല, പക്ഷേ അതാണ് അവരുടെ ഉള്ളിൽ. ഇവരൊരാളും ഒരു പശുവിനെ പോറ്റോ എടുക്കുന്നില്ല. അപ്പം ഈ ആളുകൾ തന്നെ ഇങ്ങനെ വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ തന്നെ ഓരോ പശുക്കളെ സ്ലോട്ടർ ഹൗസിൽ നിന്ന് വാങ്ങി സംരക്ഷിക്കുകയാണെങ്കിൽ ഈ ഗോവധ നിരോധനം യഥാർത്ഥം നടപ്പാവില്ലേ? അത് പ്രായോഗികമാണോ എന്ന് നോക്കണം. കാരണം ഇപ്പം നമ്മൾ കാലത്തിനനുസരിച്ച് ടെക്നോളജിയുടെയൊക്കെ ഒരു പ്രശ്നമുണ്ട്. കൃഷി ആവശ്യത്തിനുമൊക്കെ നമ്മൾ പശുക്കളെ ഉപയോഗിച്ചിരുന്ന ഒരു കാലം നാട്ടുമ്പുറത്തെ അന്നത്തെ കൃഷി രീതികളിലൊക്കെ പറ്റും. ഇന്ന് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള അപ്പം വളങ്ങൾക്ക് വേണ്ടി പശുവിൻ്റെ ചാണകമൊക്കെ ഒന്ന് വളത്തിന് വേണ്ടി ഉപയോഗിച്ചിരുന്നു. അപ്പോൾ എത്രത്തോളം ഇന്നത് പ്രായോഗികമാണ്? ഇപ്പോൾ ഒരു പശുവിനെ വളർത്തിയിട്ട് അതിൻ്റെ ചാണകം വളമാക്കി മാറ്റുന്നതിന് വേണ്ടി വരുന്ന എത്രത്തോളം നമുക്കതിനകത്ത് പൈസ ചിലവാകും, പണം ചിലവാകും, അതിന് തൊഴിലാളികളെ വെക്കണം. പക്ഷേ അതിനേക്കാൾ നല്ലത് നമുക്ക് വളരെ ഭംഗിയായിട്ട് നമുക്ക് വളരെ നല്ല വളങ്ങൾ ഇപ്പോൾ കിട്ടും. അതുപോലെ വീണ്ടും ഈ പശുക്കളെ, പിന്നെ വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ പഴയതുപോലെ പശുക്കളെ കൊണ്ടുപോയി തീറ്റ കൊടുക്കുവാനും ഒക്കെയുള്ള പാടങ്ങളും പറമ്പുകളും ഇന്നില്ല. അപ്പോൾ ഈ നഗരവൽക്കരണം അതിനൊരു വിഘാതമായിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ട് അത് പ്രായോഗികമാകുന്നിടത്തോളം ചെയ്യാൻ പറ്റും. ബാക്കി അതിനെ നമ്മൾ ഇറച്ചിയായിട്ട് ഉപയോഗിക്കുക എന്നുള്ളതല്ലാതെ വേറെ. പക്ഷേ ഈ ആളുകൾ അതിന് മുൻകൈ എടുക്കുന്ന പോലുമില്ല. നമ്മൾ പശുവിനെ കൊല്ലരുത് പറയും, പക്ഷെ ഇവരാരും പശുവിനെ സംരക്ഷിക്കുന്നില്ല. അവർ ഇരട്ടത്താപ്പാണ്. സംരക്ഷിക്കാൻ പറ്റാത്ത അതിന് ഇരട്ടത്താപ്പുണ്ട്, അതുപോലെ തന്നെ സംരക്ഷിക്കാൻ പറ്റും. പ്രായോഗിക പ്രശ്നം കൂടിയുണ്ട് അതിൽ. ഇനി നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്ത് ലാസ്റ്റ് ഇതിലേക്ക് വന്നാലേ നമുക്ക് എന്താ അതിൽ റെമഡിയിലായിട്ട് ചെയ്യാൻ പറ്റുക? ഇതിനെ ഈ പ്രശ്നത്തിനൊരു പരിഹാരമായിട്ട് ആളുകൾ എങ്ങനെ എഡ്യൂക്കേറ്റ്, എങ്ങനെയാണത് ഒരു പരിഹാരമായിട്ട് എടുക്കുക? നമ്മളോട് ഇതുവരെ ചർച്ച ചെയ്തത് പശുവിനെ കേന്ദ്രീകരിച്ചിട്ടാണല്ലോ. പശു എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു മതത്തിൻ്റെ സിമ്പലാക്കി എടുത്ത്, പശു മാത്രമല്ല, ഇപ്പം ശ്രീരാമൻ, ഇപ്പം ജയ് ശ്രീരാം വിളിക്കണം എന്നില്ലെങ്കിൽ ഇവിടെ ജീവിക്കേണ്ട എന്നുള്ള അവസ്ഥയിലേക്ക് എത്തിപ്പോയിട്ടുണ്ട്. അപ്പോൾ പശുവിനെയും മത സിമ്പലുകളെയും ഇപ്പം ദൈവങ്ങളെയൊക്കെ തന്നെ ഉപയോഗിച്ചുകൊണ്ട് ഒരു മതരാഷ്ട്രവാദം, ഹിന്ദുത്വം എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടല്ലോ, മതരാഷ്ട്രവാദം വളർത്തിയെടുക്കാൻ വളർന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് നമ്മളെ വലിയ ഭീഷണി. നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന മതേതര ജനാധിപത്യ രാജ്യത്തിൻ്റെ ഭരണഘടനയെ തന്നെ തകർത്തുകൊണ്ട് ഇവിടെ ഒരു ഹിന്ദു രാഷ്ട്രം സ്ഥാപിക്കുവാനുള്ള ശ്രമമാണ് നടത്തുക. തുറന്നു പറയുന്ന ധൈര്യം പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെയുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഹിന്ദുരാഷ്ട്രം. ഹിന്ദു രാഷ്ട്രം വന്നു കഴിഞ്ഞാൽ എന്താണ് സ്ഥിതി? ഒരു മതരാഷ്ട്രത്തിന് നിലനിൽപ്പുണ്ടാവും. അവിടെ ജനാധിപത്യം ഉണ്ടാവില്ല, മതേതരത്വം ഉണ്ടാവില്ല, അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടാവില്ല, വ്യക്തി സ്വാതന്ത്ര്യം ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. ഇപ്പോൾ തന്നെ എന്താണ് സ്ഥിതി? പാഠപുസ്തകങ്ങളിലൂടെ അന്ധവിശ്വാസം ശാസ്ത്രമാണെന്ന് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. പരിണാമ സിദ്ധാന്തം നീക്കിക്കളഞ്ഞു നമ്മുടെ സിലബസിൽ നിന്ന്. NCERT പ്രസിദ്ധീകരിക്കുന്ന സിലബസിൽ എന്താ സ്ഥിതി? അവിടെ പീരിയോഡിക് ടേബിൾ ഒഴിവാക്കുക. അങ്ങനെ മിത്തോളജി, അതായത് ഐതിഹ്യങ്ങളൊക്കെ
പിന്നെ ഈ എന്താണ് ശാസ്ത്രമാണെന്ന് വരുത്തി തീർക്കുക. നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന ഭഗവത്ഗീതയിലൊക്കെ ഉള്ളത് ആണവശാസ്ത്രമാണെന്നാണ് പറയുക. അങ്ങനെ വ്യാഖ്യാനിച്ചു കൊണ്ടുവരിക. ഇവിടുന്ന് കൊണ്ടുപോയതാണ് യൂറോപ്പിലേക്ക്, എന്നിട്ട് അവരുപയോഗിച്ചിട്ടാണ് ഇപ്പോൾ ഈ റോക്കറ്റ് വിടുന്നതെന്നൊക്കെ പറഞ്ഞു വരത്തുക. അങ്ങനെ എവിടെ നോക്കിയാലും ഇപ്പോൾ ഹിന്ദു മതത്തിൻ്റേതായിട്ടുള്ള ഈ പുരാണങ്ങളെയും ഇതിഹാസങ്ങളെയും അതുപോലെ തന്നെ വേദങ്ങളിലൊക്കെ തന്നെ ഉള്ള കാര്യങ്ങൾ ഇവിടെ നടപ്പാക്കുക. അത് ഹിന്ദുത്വം എന്ന് പറയുന്നതാണ്, അതിൻ്റെ ആ ഒരു സംസ്കാരം വളർത്തിയെടുക്കുക. അതിനുവേണ്ടി അപ്പോൾ വരുമ്പോൾ എന്താ വെച്ചാൽ ഇവിടെ മറ്റു മതങ്ങൾക്കോ മറ്റു ചിന്താഗതിക്കാർക്കോ ഒന്നും നിലനിൽപ്പുണ്ടാവില്ല. എന്ത് പറ്റും അന്നേരം? ഇവിടെ എപ്പോഴും കലാപം ഉണ്ടായിരിക്കും. നമ്മുടെ രാജ്യത്തിൻ്റെ പിന്നെ സമാധാനം നഷ്ടപ്പെടും, ഐക്യം നഷ്ടപ്പെടും, കലാപമായിരിക്കും ഉണ്ടാവുക, സംഭവിക്കാൻ. നമ്മുടെ ഒരു മതരാഷ്ട്രത്തിലേക്കാണ് പോകുന്നത്. അതിനുവേണ്ടി ഭരണഘടന സംരക്ഷിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ട് നമുക്ക് ചെയ്യാനുള്ളത്. അതുപോലെ ശാസ്ത്രബോധവും യുക്തിചിന്തയും വളർന്ന രീതിയിലുള്ള വിദ്യാഭ്യാസ സമ്പ്രദായം നടപ്പാക്കുക. സ്കൂളുകളിലൊക്കെ ഒന്ന് പഠിപ്പിക്കുന്ന പോരാ സിലബസ്. ആ രീതിയിലുള്ള ഒരു നവീകരണം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായാൽ മാത്രം നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് ഉണ്ടാവണം പ്രധാനമായിട്ടും. അതുപോലെ സംഘടനകൾ, ഇതുപോലെ SNCനെ പോലുള്ള സംഘടനകൾ, യുക്തിവാദി സംഘങ്ങൾ ഒക്കെ തന്നെ ശാസ്ത്രബോധം വളർത്തിയെടുക്കാനുള്ള രീതിയിലുള്ള പ്രചരണ പരിപാടികൾ നടത്തണം നമ്മുടെ നാട്ടിൽ. വിദ്യാഭ്യാസ രംഗത്ത് പരിഷ്കരണം വരണം. മറ്റേ ജനങ്ങളെ മുഴുവൻ അത്തരത്തിൽ ബോധവൽക്കരിക്കാൻ. പക്ഷേ അതിനെതിരായിട്ട് നിൽക്കുന്ന എന്താണ്? ഇന്ന് നമ്മുടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പോലും മതത്തെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കാണാൻ കഴിയും. ഇപ്പോൾ തീർത്ഥാടന ടൂറിസത്തിൻ്റെ പേരിൽ കേരളത്തിൽ തന്നെ എന്തൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു? അമ്പലങ്ങൾക്കൊക്കെ തന്നെ ഫണ്ട് കൊടുക്കുക. ഇപ്പോൾ ശബരിമല ക്ഷേത്രത്തിന് വേണ്ടി എന്തെല്ലാം ചെയ്യുന്നുണ്ട്. അതുപോലെ പിന്നെ ശാസ്ത്രബോധം വളർത്തുന്നതൊക്കെ വലിയ പ്രസംഗിക്കും, സ്റ്റേജിൽ പ്രസംഗിക്കും. പക്ഷേ ചെയ്യുന്ന കാര്യങ്ങളൊന്നും അതിനെ തകർക്കുന്ന രീതിയിലുള്ളതാണ് മറ്റൊരു വശത്ത് ചെയ്യുന്നത്. പലതരം നയങ്ങളും അങ്ങനെയാണ്. അപ്പോൾ അതൊക്കെ ഒരു നവീകരണം വരണമെങ്കിൽ നമ്മൾ ഒരു ബഹുജന വിദ്യാഭ്യാസം തന്നെയാണ് നടത്തേണ്ടത് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇപ്പോൾ അവസാനമായിട്ട് പിന്നെ ഇപ്പോൾ പറഞ്ഞു കുട്ടികളെ വിദ്യാഭ്യാസത്തെ പറ്റി പറഞ്ഞു. എങ്ങനെയാണ് നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്? എന്ത് പറഞ്ഞു കൊടുക്കണം, എന്ത് പറഞ്ഞു കൊടുക്കണ്ട? അതേപോലെ നമ്മൾ എസൻസ് പോലുള്ള സംഘടനകൾ നടത്തുന്ന ഇതുപോലുള്ള പ്രോഗ്രാമുകൾ ആളുകളിലേക്ക് എന്ത് മാറ്റമാണ് കൊണ്ടുവരാം? ചുരുക്കി പറഞ്ഞാൽ ഞാൻ ഒറ്റ വാക്കിൽ പറയാം, നമ്മുടെ രാജ്യം സെക്കുലറാക്കണം. ഈ അടുത്ത സമയത്ത് ഒരാൾ എന്നോട് ചോദിച്ചപ്പോൾ എന്നിപ്പോൾ എനിക്ക് ചോദിക്കുകയാണ്, എന്തേ നമ്മുടെ രാജ്യം സെക്കുലർ അല്ലേ? ഞാൻ പറയുമല്ല എന്ന്. നമ്മുടെ രാജ്യം ടെക്നിക്കലായി സെക്കുലറാണ്, സാങ്കേതികമായി മതേതരമാണ്, പക്ഷേ സാംസ്കാരികമായി മതേതരമല്ല. നമുക്കൊരു സെക്കുലർ കൾച്ചർ ഉണ്ടാകണം. അല്ല ടെക്നിക്കലായിട്ട് സാങ്കേതികമായിട്ട് തെരഞ്ഞെടുപ്പ് നടക്കുന്നു, ഭരണകൂടം ഉണ്ടാകുന്നു, അല്ല സംസ്ഥാന ഭരണം വരുന്നു, കേന്ദ്ര ഭരണം വരുന്നു, ബില്ലുകൾ പാസ്സാക്കുന്നു. ഇതൊക്കെ ഒരു മതേതര ജനാധിപത്യ രീതിയിൽ നടക്കുന്നത് കവിഞ്ഞ് ജനങ്ങൾ സെക്കുലർ ആകണമെങ്കിൽ ജനങ്ങളുടെ മൈൻഡ് സെറ്റ് സെക്കുലർ ആവണം. അതിന് ജനങ്ങളെ മതമുക്തമാക്കണം. സെക്യുലറിസം എന്ന് പറഞ്ഞാൽ ഈ അടുത്ത സമയത്ത് ടെർമിനോളജിയൊക്കെ അവർ മാറ്റിയിട്ടുണ്ട്. മതേതരമെന്നല്ല സെക്യുലറിസത്തിൻ്റെ മലയാളം കേരളത്തിലെ രാഷ്ട്രീയക്കാർ പറയുന്നത് അറിയാമല്ലോ, മതനിരപേക്ഷം. മതനിരപേക്ഷവും മതേതരവും തമ്മിലൊക്കെ വ്യത്യാസമുണ്ടേ. EMS കണ്ടുപിടിച്ചൊരു വാക്കാണത്. അതായത് മതേതരം എന്ന് പറയുമ്പോൾ മതത്തിൽ നിന്ന് ഇതരമാണ്, വ്യത്യസ്തമാണ്, മതവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത, അത് പറയാനൊരു ബുദ്ധിമുട്ട്. അതുകൊണ്ട് മതനിരപേക്ഷം, മതങ്ങളെല്ലാം ഇവിടെ ഇരുന്നോട്ടെ, മതങ്ങൾക്കനുസരിച്ചല്ല എന്ന് മാത്രം പറയാം. മതങ്ങളെല്ലാം ഇവിടെ കയറിയിരുന്നു, ഞങ്ങൾ മതങ്ങളെ ചേർത്ത് നിർത്തുന്നു എന്ന് സൂചിപ്പിക്കുന്ന ഒരു വാക്കാണ് മതനിരപേക്ഷം. മതേതരമാകണം നമ്മുടെ രാജ്യം. മേഷ പറഞ്ഞ പോലെ തന്നെ അതിനനുസരിച്ചുള്ള ഒരു സെക്കുലർ വിദ്യാഭ്യാസം ഉണ്ടാകണം. നമ്മുടെ വിദ്യാഭ്യാസത്തിൽ പ്രധാനമായിട്ട് 3 കാര്യങ്ങൾ നമ്മുടെ കുട്ടികളെ പഠിപ്പിച്ചാൽ കുട്ടികൾ മതേതരരാകും, കുട്ടികൾക്ക് സെക്കുലർ കൾച്ചർ ഉണ്ടാകും, ശരിക്കും പച്ചയായി പറഞ്ഞ എയ്ത്തീസ്റ്റുകളാകും. പ്രപഞ്ചശാസ്ത്രം നന്നായി പഠിപ്പിക്കണം. എന്താണ് നമ്മുടെ കോസ്മിക് സയൻസ് എന്ന് നന്നായി പഠിപ്പിക്കണം. മതങ്ങൾ പഠിപ്പിക്കുന്ന ഭൂമിയും പ്രപഞ്ചമാണോ ഇത്? കുട്ടി മനസ്സിലാക്കട്ടെ. പരിണാമം നന്നായി പഠിപ്പിക്കണം. കോൺസ്റ്റിറ്റ്യൂഷൻ അതിൻ്റെ ശരിയായ അർത്ഥത്തിൽ പഠിപ്പിക്കണം. കോൺസ്റ്റിറ്റ്യൂഷന് 2 ചോദ്യം വന്നു കഴിഞ്ഞാൽ അതിന് ഉത്തരം പറയുന്ന രീതിയിൽ ഭരണഘടനയുടെ ശില്പി അംബേദ്കറാണ് എന്നതിനൊക്കെ അപ്പുറം എന്താണ് ഇവിടുത്തെ കുട്ടിക്ക് അറിയാവുന്നത്? കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അർത്ഥം ശരിയായി മനസ്സിലാക്കുന്ന രീതിയിൽ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഈ മതങ്ങളിൽ ഇല്ലാത്തതെല്ലാം, ഒരു മതത്തിൽ നിന്നും തരാൻ പറ്റാത്ത, ഒരു മതഗ്രന്ഥത്തിലും പറയാത്ത മാനവികതയാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഉള്ളതെന്നും ഒരു മനുഷ്യനായി ജീവിക്കണമെങ്കിൽ ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്ന രീതി ജീവിച്ചാൽ അതിലില്ലാത്ത ഒരു മാനവികതയും ഒരു മതത്തിലും കാണാൻ പറ്റില്ല എന്ന് ബോധ്യമുള്ള ഒരു തലമുറ ഇവിടെ വളർന്നു വരണം. 1835 മെക്കാളയുടെ വിദ്യാഭ്യാസമാണ്, ആ ചട്ടക്കൂടാണ് ഇപ്പോഴും ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാഷിനൊക്കെ അതിനെക്കുറിച്ച് കൂടുതൽ അറിയാം. അതൊക്കെ എടുത്ത് കളയേണ്ട സമയം കഴിഞ്ഞു. പരിഷ്കരിക്കണം. കാലത്തിനൊത്ത് സെക്കുലറായിട്ടുള്ള വിദ്യാഭ്യാസം തന്നെ സെക്കുലറാക്കണം. അങ്ങനെയാണെങ്കിൽ അത് പഠിച്ചു വരുന്ന ഒരു കുട്ടിക്ക് സെക്കുലറായി ജീവിക്കാനേ പറ്റൂ. അങ്ങനെയുള്ള കുട്ടികൾ വളർന്നു വരുന്ന, തലമുറ വളർന്നു വരുന്ന ഒരു രാജ്യം നമ്മുടെ ഇവിടെ ഉണ്ടായാൽ ഈ കാര്യങ്ങൾ നിയമം വേണ്ട, ജനം തിരസ്കരിക്കും. പിന്നെ ഒരു ബീഫ് വീട്ടിലൊന്നും പ്രശ്നം ഉണ്ടാവില്ല. ദാറ്റ്സ് ഓൾ. താങ്ക് യു.
നമ്മുടെ സമയം ഏകദേശം കഴിഞ്ഞു. മാഷ് ഒന്ന് ഫൈനലായിട്ട് ഒന്ന് കൺക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നിർത്താം. ഫൈനലായിട്ട് പറയാന്ന് പറയാൻ ഏതാനും നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ. പിന്നെ ഏതായാലും നമ്മൾ ഈ ചർച്ച കൊണ്ട് ഉദ്ദേശിച്ചത് ജനാധിപത്യവും മതേതരത്വവും ശിവു പറഞ്ഞ പോലെ മതേതരത്വത്തിൽ നിന്ന് ദുർവ്യാഖ്യാനം ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു രാജ്യമായിട്ട് നമ്മുടെ രാജ്യത്തെ മാറ്റണം. അതിനുവേണ്ടിയുള്ള പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു പരിപാടിയാണ് ഇന്നിവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഒരു ദിവസം മുഴുവൻ നീണ്ടു നിൽക്കുന്ന അതിൽ ഈ ഹിന്ദുത്വത്തെയും പശു രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ അതിനെ പറ്റി ഉള്ള ഒരു ചർച്ച എന്തെങ്കിലും ചെറിയ രീതിയിൽ എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ കഴിഞ്ഞോ എന്നുള്ളതാണ്. അതിൽ നമുക്ക് അത്രയേ പറയാനുള്ളൂ, വേറൊന്നും പറയാനില്ല. താങ്ക് യു. നമ്മുടെ സമയം കഴിഞ്ഞു, നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ഇത്രയും നേരം ശ്രവിച്ച എല്ലാവർക്കും നന്ദി. ഷിബു. താങ്ക് യു.